ജേർണലിസവും പാസ്സായത് ഞാനാണ്. ആദ്യമായിട്ട് PSC പരീക്ഷയിൽ 4ാമത്തെ റാങ്കോടെ ഗവൺമെൻറ് സർവീസിൽ എത്തിയ ആളാണ് ഞാൻ. ഞാൻ പഠിച്ച കേരള മീഡിയ അക്കാഡമിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് 2 വർഷം ഞാൻ ജോലി ചെയ്തു. സെക്രട്ടേറിയറ്റിൽ 10-14 വർഷം ജോലി ചെയ്തു. എന്നെ ആരും വിളിച്ച് ഇതേവരെ ഒരു ആദരം തന്നിട്ടില്ല. ഞാൻ അതുകൊണ്ട് പറയുകയാണ്, ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഭയങ്കരമായ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ വലിയ ആളുകളാണ് സുഹൃത്തെ, ക്ഷമിച്ചു, നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. ഇങ്ങനെ ചെറിയ കാലത്ത് നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടണം, അല്ലാതെ നമ്മൾ മരിക്കാൻ നേരത്തെ കിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പഠിച്ച് ഇപ്പോൾ കിട്ടിയ ഈ വിജയം തുടർന്നങ്ങോട്ടുള്ള പലതരം വിജയങ്ങളുടെ നാന്ദിയാണ്. അതിന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ ഉണ്ടാവണം. ഞാനിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 2023 നവംബറിലാണ് ഞാൻ വന്നത്. ഇതിനിടയിൽ പലതരം പരിപാടികൾ ഞാൻ കണ്ടു. നമ്മുടെ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഇത്രയധികം ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വേറൊരു കാര്യം ഞാൻ കാണുന്നില്ല. അതിനകത്ത് രാഷ്ട്രീയം പറയരുതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പറയുന്നില്ല. രാഷ്ട്രീയമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ആരാണില്ലാത്തത്? രാഷ്ട്രീയമില്ലാത്തവർ. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ. നമ്മൾ പൊതുവായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് നമ്മുടെ സമൂഹം നല്ല നിലയിലേക്ക് വരാൻ, നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടാവാൻ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, അത്തരത്തിലുള്ള സാർത്ഥകമായ സംവാദങ്ങൾ തുടരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇതെല്ലാം തന്നെ വളരെയധികം പ്രശംസനീയമാണ്. ഞാനൊരു വലിയ പ്രഭാഷകനൊന്നുമല്ല, ഇവിടെ പങ്കെടുത്തിട്ടില്ല. ഇവിടെ ഇത്തരം പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശിഷ്ടാതിഥി എത്തിക്കഴിഞ്ഞു. ഒരു ആമുഖ പ്രഭാഷണം ആവശ്യമില്ല. നാം ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2:30 മണിക്കാണ് ഇവിടെ നാം പ്രോഗ്രാം സെറ്റ് ചെയ്തത്. അത് നമ്മുടെ പരിപാടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നാം ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ കലാപരിപാടി മസ്റ്റായിരുന്നു. നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചയോടൊപ്പം തന്നെ ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് കലാകായികപരമായ വളർച്ചയും, അതുപോലെ തന്നെ കാർഷികമായ മേഖലയിലുള്ള ഉയർച്ചയും എല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. അതിനെല്ലാം സമപ്പെടുത്തിക്കൊണ്ട്, അതിനെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട്, ഉദ്ഘാടക പ്രസംഗകൻ പറഞ്ഞതുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 വർഷക്കാലം ബഹുമാന്യനായ നമ്മുടെ വിശിഷ്ടാതിഥി സുരേഷ് ബാബു സാറ് കടന്നു വരികയാണ്. നല്ലൊരു കയ്യടി ഇദ്ദേഹത്തിന് കൊടുക്കാം. നമ്മളെല്ലാം ചേർത്തുകൊണ്ട് ഒരു കുടുംബ കൂട്ടായ്മ ഏത് രൂപത്തിലാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യം ഇന്ന് നമ്മളുടെ ഓരോ കുടുംബാംഗങ്ങൾക്കും ഉണ്ട്. ഉദ്ഘാടക പ്രസംഗം പറയുകയുണ്ടായി. നമ്മുടെ കുടുംബകൂട്ടം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് 590 കുടുംബാംഗങ്ങളുള്ളതിൽ ഏതാണ്ട് 480 പേരും ഈ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് കരുതി ആരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അധികം ആളുകൾ കാണുമല്ലോ എന്ന് കരുതിയിട്ട് അതിലേക്ക് ഇടേണ്ടതില്ല. ആ നിയന്ത്രണം, കാരണം ഗ്രൂപ്പ് ഓപ്പണാണ്. ഇക്കാലത്ത് ഒരു സംഘടനയും ഗ്രൂപ്പ് ഓപ്പണായി അഡ്മിൻ ഒള്ളിയാണ്. പക്ഷെ 12 വർഷത്തോളമായി പുക്കാട്ടോട് റെസിഡൻസ് അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ആർക്കും പോസ്റ്റ് ചെയ്യാം. പക്ഷേ കടുത്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരുണ്ട്. എന്റെ പാർട്ടി അല്ലാതെ വേറൊരു പാർട്ടി ശരിയല്ല എന്ന് കാഴ്ചപ്പാടുള്ളവർ നമ്മുടെ അസോസിയേഷനിലുണ്ട്. അതുപോലെ തന്നെ മതപരമായ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. പക്ഷേ അവർക്കെല്ലാം റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാം. അങ്ങോട്ട് അവരാരും കടന്നു വരാറില്ല. അത്തരം വിദ്വേഷത്തിന്റെ, രാഷ്ട്രീയം പറയണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയം പറയണം. പക്ഷെ വിദ്വേഷത്തിന്റെ സംസാരം മതപരമായോ രാഷ്ട്രീയമായോ ഉണ്ടാവാൻ ഇതുവരെയും ആരും അത് ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെ അഡ്മിൻ പാനൽ അതിൽ കയറി ഇടപെടുന്നുണ്ട്.
അത് തന്നെ ഒരു നാട്ടിലെ 10 റോട്ടിലെ അവരാരും ചിലപ്പോൾ ഇവിടെ പരിപാടിക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ കാലത്തിന്റെ രീതി അതാണല്ലോ. പക്ഷേ 480 590 കുടുംബാംഗങ്ങളും ഈ അസോസിയേഷനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നാം ഓരോ പരിപാടി, ഓണാഘോഷ പരിപാടികളുടെ, അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി വിത്ത് വിതരണ പരിപാടി, അടുക്കളത്തോട്ട പരിപാടി, അതുപോലെ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടികളും സമൂഹം നമ്മളോട് സഹകരിക്കുന്നു, ഈ നാട്ടിലെ ജനങ്ങൾ സഹകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സാംസ്കാരികമായി അവരെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവരുടെ ദാരിദ്ര്യ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നുണ്ട്. അവരിൽ രോഗികളായ ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. അവരുടെ അയൽവക്ക പ്രശ്നങ്ങൾ നാം പരിഹരിക്കുമെന്ന ബോധ്യത്തോടു കൂടി വാർഡ് മെമ്പറോടും മറ്റ് അധികാരികളോടും പോലീസ് അധികാരികളോടും മുമ്പ് വെക്കുന്നതിനേക്കാൾ മുൻപ് നമ്മളുടെ മുമ്പിൽ അത് ചർച്ച ചെയ്യാൻ അവർ തയ്യാറാകുന്നുണ്ട്. ആ തരം പ്രശ്നങ്ങളിലെല്ലാം നമുക്ക് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത് നമ്മളുടെ ബഹുമാനായ രക്ഷാധികാരി, ഈ സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ മാനേജർ, പുക്കാട്ടുപടിയുടെ കാർണവർ എന്ന് നമ്മൾ പറയുന്ന ബഹുമാനായ വർഗീസ് കീരൻകുഴി സാറിന്റെ നേതൃത്വമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വർഷാവർഷം കൃത്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് 10 റോഡിൽ നിന്നും 10 റോഡിലെയും പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടിയ 10 റോഡിലും അവിടെ നിന്ന് അർഹരായ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് വരുന്ന ഒരു ബോഡി, ആ ബോഡി കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കുറച്ച് പൂർണ്ണമായി നാം വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു 50% നമുക്ക് ഇത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനും മനുഷ്യരെല്ലാവരും ഒരു മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചത് ഈ അസോസിയേഷൻ അംഗങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അസോസിയേഷൻ അംഗങ്ങൾ പിന്തുണക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം ആഗ്രഹിച്ചു. സുരേഷ് സാറിന് നമുക്ക് വിളിച്ചു നോക്കാം, അദ്ദേഹം വരികയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന ഒരു ആഗ്രഹത്തിൽ അദ്ദേഹവുമായി നാം സംസാരിച്ചപ്പോൾ അദ്ദേഹം എത്തിച്ചേരാം എന്ന് ഏൽക്കുകയും അദ്ദേഹം ഇന്നിവിടെ നമുക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ പ്രദേശത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് ആദ്യമായാണ്. ഈ എടത്തല പഞ്ചായത്തിലെ ആലുവ മേഖലയിൽ തന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹം നേരിട്ട് യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറം അദ്ദേഹത്തെ നേരിട്ട് അനുഭവിക്കാൻ വളരെ വശ്യവും സരസവും ആയ രീതിയിൽ ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങൾ, അവരുടെ മക്കൾ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് ഒട്ടേറെ സരസമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമുക്ക് ശ്രവിക്കാം. അതിനുശേഷമാണ് നമ്മളുടെ അവാർഡ് ദാനമെല്ലാം നടക്കുക. അദ്ദേഹത്തിന് 6:30 വണ്ടിക്ക് തിരിച്ച് പോകേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ സ്നേഹാദരപൂർവം ആദരവോടുകൂടി ബഹുമാനായ സുരേഷ് ബാബു സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, പൂക്കാട്ടുപടി റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും ഈ പരിപാടിയിൽ എന്നെ പങ്കെടുപ്പിക്കുവാനായി നിരന്തരം വിളിക്കുകയും പറയുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ഷംസു NM, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറും കവിയുമായ ശ്രീ PK വേലായുധൻ, അവാർഡ് വിതരണത്തിന് ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന എടത്തല പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസിംഗ് ഓഫീസർ ശ്രീ സിനോദ് K, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇതിൻ്റെ ജനറൽ സെക്രട്ടറി PS ശശിധരൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ഷംസുദ്ദീൻ, മെമ്പർ സൈന ടീച്ചർ, സഫീന നൌഷാദ് മെമ്പർ, ജിബി മത്തായി മെമ്പർ, MM അബ്ദുൾ റഹീം മെമ്പർ, അമ്മണി ഉണ്ണികൃഷ്ണൻ വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ്, നന്ദി പറയുന്ന S മോഹനൻ ഇതിൻ്റെ ട്രഷറർ, എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ആള്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ ഈ പ്രദേശത്തെ വീടുകളിൽ താമസിക്കുകയും നാടുമായി ബന്ധമുണ്ടാവുകയും ചെയ്യുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് പൂക്കാട്ടുപടിയിൽ വരുന്നത്. ആലുവക്ക് പരിസരം പെരുമ്പാവൂർ ഭാഗത്ത് ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്.
റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ വിതരണം ചെയ്യലാണ് ഇന്നത്തെ പരിപാടിയുടെ പ്രധാനപ്പെട്ട ദൗത്യം. സമ്മാനം എന്ന വാക്കിനർത്ഥം സമ്യക്കായി മാനിക്കുക എന്നതാണ്. മാനിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക. മനുഷ്യൻ അവന് കൊടുക്കുന്ന ഭക്ഷണത്തെക്കാൾ, അവന് കൊടുക്കുന്ന വസ്ത്രത്തെക്കാൾ, അവന് കൊടുക്കുന്ന കാശിനേക്കാൾ അവൻ വിലമതിക്കുന്നത് അവൻ്റെ കഴിവിനെയും വ്യക്തിത്വത്തെയും ബഹുമാനിക്കുക എന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന്, പരിഗണനകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് മുന്നോട്ട് പോകുന്നവനാണ് മനുഷ്യൻ. നമ്മളിപ്പോൾ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. ഗംഭീരമായ ഭക്ഷണ വൈവിധ്യം ധാരാളം. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മളോട് ഒരാൾ പോലും മിണ്ടിയില്ല. ഒന്ന് കൈതരാൻ ഒരാളില്ല, വർത്തമാനം പറയാൻ ഒരാളില്ല. നമ്മൾ മൃഷ്ടാന്നം വയറ് നിറയെ കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയുണ്ടാവും. കൂട്ടത്തിൽ ഒരു വേവാത്ത ചേനക്കഷ്ണം തിന്നതുപോലെ. വേവാത്ത ചേനക്കഷ്ണം തിന്നാൽ ചൊറിയും, പക്ഷെ മാന്താൻ പറ്റിയില്ല. അങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ടാവും വയറ് നിറഞ്ഞെങ്കിൽ. നാം മറ്റൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അവർ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരല്ല, ഭക്ഷണമൊക്കെ പരിമിതമായിരുന്നു. പക്ഷെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി, കൈ തന്ന് സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി, കുടുംബക്കാരെ വിളിച്ച് പരിചയപ്പെടുത്തി, എന്നിട്ട് ഭക്ഷണത്തിന്റെ സമയത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ പറയണേന്ന് പറഞ്ഞു. അവസാനം തിരിച്ചു വരാൻ നോക്കുമ്പോൾ കുടുംബക്കാരെ കൂട്ടത്തിൽ ഒരു സെൽഫിയെടുത്ത്, ഈ തിരക്കിനിടയിൽ നിങ്ങൾ ഇവിടം വരെ വന്നതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരിച്ചയച്ചാൽ വയറ് നിറഞ്ഞില്ലെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് അതാണ്, മനസ്സ് നിറയും. മനുഷ്യന് അതാ ഞാൻ പറഞ്ഞ പണത്തേക്കാൾ, ഭക്ഷണത്തേക്കാൾ, വസ്ത്രത്തേക്കാൾ മനസ്സിന്റെ പരിഗണനയാണ് പ്രധാനം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, മാൻ ഡൈ ഫോർ റിബൺ. റിബൺ എന്ന് പറയുന്നത് പണ്ട് അംഗീകാരത്തിന്റെ ഭാഗമായി കഴുത്തിൽ കുത്തി കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു. നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് ഒരു റിബൺ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. ഒരു റിബൺ കിട്ടുക, ആ ഒരു അംഗീകാരത്തിന് മനുഷ്യൻ മരിക്കും എന്നാണ്. മരിക്കും, അതാ മാൻ ഡൈ ഫോർ റിബൺ. നമുക്ക് അംഗീകാരം, പരസ്പര പരിഗണനകളാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഇപ്പൊ നിരത്തി വെച്ചിരിക്കുന്ന ഈ സമ്മാനത്തിന്റെ വിലയല്ല ഇതിന്റെ മൂല്യം. ഇത്രയും ആൾക്കൂട്ടത്തിൽ വെച്ച് ഈ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജമുണ്ട്. അതാണ് സമ്യക്കായി മാനിക്കൽ. സമ്യക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത നല്ല മനസ്സോടെ കൊടുക്കുന്നതാണ് സമ്യക്ക്. നമ്മളൊരു വിവാഹ ചടങ്ങിന്, ചില വീട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, വിവാഹ ചടങ്ങിന് കവറിൽ 500 1000 ഒക്കെ കവറിലിട്ടാക്കി കൊടുക്കും. അത് സമ്മാനമല്ല. കാരണം അത് കൊടുക്കുമ്പോൾ പേരെഴുതുന്നുണ്ട്. ആ പേരെഴുതുന്നതിന്റെ ഉദ്ദേശം എൻ്റെ മകളെ കല്യാണത്തിന് 500 കൂട്ടിയിട്ട് ഇങ്ങോട്ട് തരണമെന്നുള്ള ഉദ്ദേശമുണ്ട്. എന്നാൽ ഇത് യാതൊരു ഉദ്ദേശവുമില്ലാതെ നല്ല മനസ്സോടുകൂടി ഈ കുട്ടികളെ, അവരെ വിദ്യാഭ്യാസത്തിൽ മികച്ചവരായതിൻ്റെ പേരിൽ ബഹുമാനിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു നല്ല മനസ്സിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഈ കുട്ടികളിൽ നിന്ന് നമ്മൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ്? അവർ വിജയിച്ചിട്ട് ഡോക്ടറോ എഞ്ചിനീയറോ വിദേശത്ത് ജോലിയോ എന്തെങ്കിലും ജോലി കിട്ടിയാൽ ആ കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു പങ്ക് റെസിഡൻസ് അസോസിയേഷന് കൊടുക്കണമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഒന്നുമല്ല. അവർ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ നാട് പ്രതീക്ഷിക്കുന്നത്, അവരുടെ അറിവ്, അവരുടെ ബുദ്ധി, ആ ബുദ്ധി നമ്മുടെ നാട്ടിന്റെ നന്മയ്ക്കും നമ്മുടെ നാടിന്റെ വികാസത്തിനും വേണ്ടി ഉപയോഗിക്കാൻ, നാട്ടിന്റെ മാനുഷിക ബന്ധങ്ങൾ വളർത്താൻ അവർക്ക് പരിശ്രമമുണ്ടാകണമെന്ന്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് എല്ലായിടത്തും ഈ അനുമോദന ചടങ്ങുകളിൽ പാടാറുള്ളത്. ഏത് ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരിക്കൊന്ന പൂവും. നമ്മൾ ജനിച്ചു വളർന്ന നാട്, നമ്മൾ ജീവിക്കുന്ന കാലം, ഈ നാടിനോടും കാലത്തോടുള്ള കണക്ഷനാണ് മക്കളെ ഈ പ്ലസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എന്താണ് എ പ്ലസ്?
അതിനിടയിൽ അതിലെ അവസാനത്തെ വരി നിങ്ങൾ ഓർക്കുക. മനസ്സിലുണ്ടാവാത്ത ഗ്രാമത്തിലും വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്താണ് വൈലോപ്പള്ളി ചെമ്പരത്തിപ്പൂവെന്നോ പനിനീർ പൂവെന്നോ പറയാതെ കൊന്നപ്പൂവെന്ന് പറഞ്ഞത്? മറ്റു പുഷ്പങ്ങളെല്ലാം ഈർപ്പവും മഴയും തണുപ്പുമുള്ളപ്പോൾ വിടരുന്ന പുഷ്പങ്ങളാണ്. എന്നാൽ കൊന്നപ്പൂവ് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മോട്ടിവേറ്ററാണ്. കൊന്നപ്പൂവ് വിരിയുന്നത് അനുകൂല സാഹചര്യത്തിലല്ല, വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്ന പൂത്തു എന്ന ONV കുറുപ്പിന്റെ ഒരു സിനിമാ പാട്ടുണ്ട്. കത്തുന്ന വെയിലിൽ വരണ്ടു കിടക്കുന്ന മണ്ണിനിടയിലൂടെ ആർദ്രതയുടെ കണങ്ങൾ തേടിപ്പോയി അത് വലിച്ചെടുത്തിട്ട് തന്റെ സ്വപ്നങ്ങളാകുന്ന സ്വർണം ചാലിച്ചിട്ട് സുന്ദരമായി പുഞ്ചിരിക്കുന്ന കൊന്നപ്പൂക്കൾ നമ്മളോട് എന്താ പറയുന്നത്? പ്രതിസന്ധിയിലും പുഞ്ചിരിക്കാൻ പഠിക്കണം മനുഷ്യനെന്ന്. പ്രതിസന്ധികളിൽ നിലവിളിക്കാനല്ല, പ്രതിസന്ധിയിലും സമചിത്തതയോടുകൂടി നേരിട്ട് പുഞ്ചിരിക്കാൻ കഴിയണം. അത്തരത്തിൽ നിങ്ങൾ ഈ നാടിന്റെ സർഗാത്മകതയായി മാറണം. ഈ നാടിന്റെ ഉർവരതയായി, ഈ നാടിന്റെ നന്മയുടെ പക്ഷമായി മാറണം. അതാണ് ഈ അനുമോദനം നടത്തുന്ന കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്, നല്ല മാർക്കാണ്. ഇവിടെ എല്ലാ കുട്ടികൾക്കും സമ്മാനമില്ലേ? അത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പല സ്ഥലത്തും ഇല്ലേ ഫുൾ A+കാർക്ക് മാത്രം സമ്മാനം കൊടുക്കുന്നിടത്ത് ഞാൻ പോകാറില്ല. അതാ പറഞ്ഞ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ A+ കിട്ടാണ്ടായി പോയി 9 A+ ഉള്ളവനെ ഒരു ബാനറിലും അവന്റെ ഫോട്ടോ ഉണ്ടാവില്ല, ഒരു സ്വീകരണത്തിനും അവനെ വിളിക്കൂല. ഈ സ്വീകരണ പരിപാടി നടക്കുന്ന മൈക്കിന്റെ ഒച്ചയും ദൂരെ നിന്ന് കേൾക്കുമ്പോ അവൻ ഈ നാട്ടിലുള്ള സകല ആളെയും ശപിച്ചിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവും. ഈ സ്വീകരണം കൊടുക്കുന്ന വിദ്വാനാരായിരിക്കും? പണ്ട് 210 600 210 കിട്ടാണ്ട് തോറ്റോനായിരിക്കും ഈ സ്വീകരണം കൊടുക്കുന്നത്. ഒരു വിഷയത്തിൽ A+ കിട്ടിയിട്ടില്ലെങ്കിൽ അവനെ വിളിക്കൂല. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് 60% മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 600-ൽ 360. അത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് എത്രയാ? A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B ആയിരുന്നു അന്നത്തെ ഫസ്റ്റ് ക്ലാസ്. ഇന്ന് കുട്ടികൾ നന്നായി പഠിക്കുകയാണ്, നല്ല എനർജറ്റിക് ആണ് കുട്ടികൾ. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ, ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ 50 പൈസേന്റെ പ്ലാസ്റ്റിക് സഞ്ചി അടുപ്പിലിട്ട പോലെ നാണം കുണുങ്ങി പറകോട്ട് ചുളുങ്ങിയിരിക്കുന്ന കുട്ടികളായിരുന്നു. ഇന്നത്തെ കുട്ടികള് വിളിക്കേണ്ട താമസം എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് വരികയാണ്. അവരെല്ലാറ്റിലും ഇടപെടുന്നു, അവർ മുന്നോട്ട് പോകുന്നു. നല്ല ഊർജമുള്ള കുട്ടികളാണിന്ന്. എന്നിട്ടും എന്താണ് 4 കാരണവന്മാർ ഒത്തുകൂടിയാല് കുട്ടികളെ കുറ്റം പറയല്ലേ പ്രധാനപ്പെട്ട പണി? എന്താ കാരണം? അതിന്റെ പേര് കുട്ടികൾ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, തന്തവൈബ് അല്ലേ? തന്തവൈബ്. എന്താണ് ഈ കുട്ടികളെ കുറ്റം പറയാൻ കാരണം? ആ കുറ്റം പറയാൻ കാരണം അതെന്താണെന്ന് കാരണവന്മാരും മുതിർന്നവരും കുട്ടികളും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. അതിന്റെ കാരണം നമ്മുടെ സംസ്കാരത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നു എന്നതാണ്. സംസ്കാരത്തിന്റെ പ്രവാഹം, പാഠപുസ്തകങ്ങളിലൂടെ സംസ്കാരം പഠിക്കാൻ പറ്റില്ല. കോളേജുകളിൽ നിന്ന് അധ്യാപകരുടെ ക്ലാസ്സിലൂടെയോ പരീക്ഷയിലൂടെയല്ല സംസ്കാരം ഉണ്ടാകുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് നിശ്ചിതമായ കനാലിലൂടെ ഒഴുകുന്ന പുഴയല്ല. സംസ്കാരം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒഴുകുന്ന പുഴയാണ്, ഒരു കനാലല്ല, സ്വാഭാവികമായൊരു പുഴയാണ്. ആ പുഴയുടെ ദൗത്യം എന്താ? നമ്മുടെ ജീവിതം ഒരു പുഴയാണ്. അങ്ങ് മലയാറ്റൂർ മലയുടെ മേലെ നിന്നോ അല്ല സൈലന്റ് വാലി കുന്നുകളിൽ നിന്നോ ഉത്ഭവിച്ചിട്ട് അല്ലേ കുന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞുടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണമറിയിക്കണം. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ആ കുന്നിൽ നിന്നൊരു നീർച്ചാലായി ഒഴുകി അതൊരു അരുവിയായി, അരുവി ഒരു കാട്ടാറായി, കാട്ടാരൊരു പുഴയായി, പുഴ പിന്നെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു കല്ലോലിനിയാണ്.
ആ കല്ലോലിനി. ആ കല്ലോലിനിയുടെ ദൗത്യം കടലിൽ ചേരലല്ല. ഒരു പുഴ ഉത്ഭവിക്കുന്നത് കടലിൽ ചേരലല്ല. നമ്മുടെ ജീവിതം ഒരു പുഴയാണ്. നമ്മൾ ജനിച്ച് ഒരു ചെറിയ നീർച്ചാല് പോലെ ചെറിയ കുട്ടിയായി വളർന്നു. അത് പിന്നെ കുറച്ച് സ്പീഡ് കൂടി പുഴയായി. അങ്ങനെ 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 അത് മരണത്തോടടുക്കുമ്പോ സ്പീഡ് കുറയും അല്ലേ? പുഴക്ക് മരണത്തോടടുക്കുമ്പോ നമുക്ക് സ്പീഡ് കുറയല്ലോ. പക്ഷെ സ്പീഡ് കുറയുമ്പോൾ ഒരു പ്രക്രിയയുണ്ട്. എന്താണത്? വീതി കൂടും. ആ വീതി കൂടുന്ന പ്രക്രിയ നമ്മുടെ വയോജനങ്ങൾക്ക്, രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നില്ല എന്നതാണ് സംസ്കാരത്തിന്റെ പ്രവാഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സ്പീഡ് കുറയുമ്പോൾ വീതി കൂടണ്ടേ? എങ്ങനെയാ വീതി കൂടുക? നിങ്ങളുടെ ജീവിതത്തിന്റെ പന്ഥാവ് വീതി കൂടിയോ? നിങ്ങൾ എത്ര പുതിയ നോവലുകൾ വായിച്ചു? നിങ്ങൾ എത്ര പുതിയ സിനിമകൾ കണ്ടു? നിങ്ങൾ പുതിയ ട്രെൻഡുകൾ എത്ര മനസ്സിലാക്കി? നിങ്ങൾ നിങ്ങളുടെ മനസ്സ് വലുതാക്കി അത് കുട്ടികളിലേക്ക് പകർന്നോ? കല്ലോലിനിയുടെ ദൗത്യം എന്താ? കടലിൽ ചേരലല്ല എന്ന്. ഈ പുഴയുടെ തീരത്ത് ആലുവായിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോയാൽ ഒരു 10-12 കിലോമീറ്റർ പോയാൽ അവിടെ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഒരു ശവസംസ്കാരം നടന്നിരുന്നു. ആ ശവസംസ്കാരം നടക്കുമ്പോൾ സാധാരണ എല്ലാവരും കരയാറുണ്ട്. പക്ഷെ ശവസംസ്കാരം നടക്കുമ്പോൾ ബോഡി കുഴിയിലേക്ക് എടുക്കുമ്പോൾ, ചിതയിലേക്ക് എടുക്കുമ്പോൾ ഞാനൊരു പാട്ടുപാടി. ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഒരാളാണ് ഞാനൊരു പാട്ടുപാടി. ആ പാട്ടിതായിരുന്നു, പുഴയെക്കുറിച്ചുള്ള പാട്ട്. പുഴയുടെ പേര് കല്ലോലിനി എന്നാണ്. കല്ലോലിനി വന കല്ലോലിനി നിന്തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ. ആ പാട്ടുപാടിയ ജയചന്ദ്രന്റെ ശവസംസ്കാരമായിരുന്നു പാലിയത്ത് വളപ്പിൽ. അതിൽ ഞാൻ പങ്കെടുത്ത ഒരാളാണ്. നമ്മുടെ ദൗത്യം അതാണ്. കടലിലെത്തുന്നത് വരെ തീരത്ത് വിടരുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കുന്ന ദൗത്യമാണ് നമ്മുടെ. ആ ദൗത്യം നമ്മൾ നിർവഹിക്കണം. അതിന് നമ്മൾ കുട്ടികളോട് പ്ലസ് ആവണം, കുട്ടികൾ നമ്മളോട് പ്ലസ് ആവണം. ഇപ്പോൾ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റാണ്. യുഗപരിവർത്തനം എന്ന വൈലോപ്പള്ളിയുടെ ഒരു കവിതയിൽ ഒരു വരി ഞാൻ ഓർക്കുകയാണ്. നാട്ടിലിറങ്ങി നടക്കുമ്പോൾ ഇപ്പോൾ നാം അറിയാത്തോർ നമ്മളെ അറിയാത്തോർ അല്ലേ? നാം അറിയാത്തോർ നമുക്കും അറിയില്ല, നമ്മളെ അവർക്കും അറിയില്ല. അത് ആലുവക്കാർക്ക് പിന്നെ പറയുമ്പോൾ വേറൊരു വ്യാഖ്യാനം വരും. ആലുവയിലും പെരുമ്പാവൂരിലും ഇവിടെ പോയിട്ട് ആരോട് ചോദിച്ചാലും മുജേ നീ മാലു എന്ന് മാത്രമേ മറുപടി കിട്ടൂ. എല്ലാം റോഡുമ്മ കാണുന്നതെല്ലാം അതിഥി തൊഴിലാളികളാണ് അല്ലേ? അതുകൊണ്ടായിരിക്കാം. പക്ഷെ നാട്ടിൽ മൊത്തം, നമ്മളെ നാട്ടിലല്ലോ എല്ലാവരും അങ്ങനെയല്ലല്ലോ. നമ്മുടെ നാട്ടിലിറങ്ങി നടക്കുമ്പോൾ പുതിയ കുട്ടികൾക്ക് നമ്മളെ അറിയില്ല, നമ്മൾക്ക് പുതിയ കുട്ടികളെയും അറിയില്ല. എന്തുകൊണ്ടാണ്? ആ റെസിഡൻസ് അസോസിയേഷനിൽ 600 വീടല്ലേ ഉള്ളത്. ഈ 600 വീട്ടുകാർ, അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ ചെറുപ്പക്കാരെ പരസ്പരം അറിയണം, പരസ്പരം പരിചയപ്പെടണം. വഴിയെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് നീ എവിടെയാ, എന്താ, നീ എന്തിനാ പഠിക്കുന്നത് എന്ന് പരസ്പരം പറയുന്ന നാട്ടുലോക്യങ്ങൾ ഉണ്ടായിരുന്നു. ലോക്യം എന്ന വാക്കിന് അർത്ഥം അറിയാം. ലോക്യം ഒരാളെ വഴി കണ്ട എന്തല്ല രാമേട്ട, ആ എന്തല്ല, എങ്ങോട്ടാ പോയത്? ഞാൻ ഒന്ന് ടൗണിൽ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലെ അത് മനുഷ്യപ്പറ്റിന്റെ രീതിയാണ്. മനുഷ്യനും പറ്റുകയാണ്. എന്നാൽ ഇപ്പൊ ഹലോ തീർന്നു. ഞാൻ എവിടെ പോകുന്നു അവർക്കും അറിയണ്ട, അവൻ എവിടെ പോകുന്നു എനിക്കും അറിയണ്ട. ഇത് മനുഷ്യർക്ക് പറ്റിയതല്ല. നമുക്ക് പരസ്പരം പശയുണ്ടാവണം, സ്നേഹത്തിന്റെ പശ. സ്നേഹം എന്ന വാക്കിന് സംസ്കൃതത്തിൽ എണ്ണ എന്നാണ് അർത്ഥം. എണ്ണ പരസ്പരം ലൂബ്രിക്കൻ്റാണ്. പരസ്പരം കൂട്ടി ഉരസി എണ്ണ തീർന്നു പോകുമ്പോൾ നമുക്ക് വാഹനങ്ങളിൽ ഓയിൽ ഒഴിക്കുന്നില്ലേ? പെട്രോളും ഡീസലും അല്ല, ഓയിൽ ഒഴിക്കുന്നത് അതിൻ്റെ യന്ത്രങ്ങൾ കൂട്ടി ഉരസാതെ സ്മൂത്തായ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിക്കുന്നത്.
പലരുടെയും മുട്ടിന് തേയ്മാനം വരുന്നത് ആ മുട്ടിന്റെ കുഴയിൽ ഒരു ലൂബ്രിക്കറ്റ് ഉണ്ട്. ആ ലൂബ്രിക്കറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ മുട്ടുകൾ തമ്മിൽ ഒരഞ്ഞിട്ട് തേയ്മാനം വരാത്തത്. ആ ലൂബ്രിക്കന്റ് പോയാൽ, എണ്ണ പോയാൽ ഒരഞ്ഞിട്ട് വേദനയുണ്ടാകും. ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ വേദന എന്താണ്? നമ്മുടെ ഇടയിൽ എണ്ണയില്ല എന്നതാണ്. എണ്ണ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ എണ്ണ പുരട്ടിക്കൊണ്ട് നമ്മൾ പരസ്പര ബന്ധമുണ്ടാവണം. അതിനെന്ത് വേണം? നമ്മുടെ കുട്ടികൾ, പുതിയ കുട്ടികൾ പ്ലസ് ആവണം. എന്താണ് ഈ പ്ലസ്? ഈ പ്ലസിന്റെ 3 അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുടിക്കാനല്ലോ 3 അർത്ഥങ്ങൾ. ഒന്നാമത്തെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു, കാലദേശ ബന്ധമാണെന്ന്. പക്ഷിമൃഗാദികൾക്കൊന്നും കാലദേശ ബോധമില്ല. ഇത് എടത്തല പഞ്ചായത്താണ് അല്ലേ? എടത്തല എന്ന് പറഞ്ഞാൽ മറ്റേ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന് പറയുന്ന സിനിമയിലാണ് ഒരു കഥാപാത്രം എടത്തല ബേബിയോ അല്ലേ? എടത്തല ബേബി എന്ന് പറഞ്ഞൊരു ഒരു കഥാപാത്രമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ എടത്തല കേൾക്കുന്നത്. എടത്തല പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ പെടുത്തിയോ മറ്റോ വിതരണം ചെയ്ത, സൗജന്യമായി കൊടുത്ത, സബ്സിഡിയായി കൊടുത്ത പശുക്കളും ആടുകളും കോഴികളും ഒക്കെ ഉണ്ടാവും. മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ അത് വിതരണം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ കൊടുത്ത ഏതെങ്കിലും കോഴിക്കോ പശുവിനും അറിയാവോ ഇത് എടത്തല പഞ്ചായത്താണ്? അവർക്കറിയില്ല. ഇത് കേരളമാണ്, ഇത് എറണാകുളം ജില്ലയാണ് എന്ന് അവർക്കറിയില്ല. അവർക്ക് ദേശബോധമില്ല. ആ ദേശത്തിന്റെ സംസ്കാരവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല. ഇവിടുത്തെ ചരിത്രം അറിയില്ല. ഇവിടുത്തെ മനുഷ്യരുടെ സ്വഭാവം അറിയില്ല. അവർക്ക് എവിടെയാണ് പുല്ലുമെയ്യാൻ കിട്ടുക? മുന്നിൽ നടന്നീടിന ഗോവു തന്നെ പിമ്പേകവിക്കും ബഹുഗോക്കളെല്ലാം എന്നേ അറിയാം. എന്നാ നമുക്കറിയാം നമ്മൾ എവിടെയാ ഉള്ളത്. ദേശബോധം. രണ്ടാമത്തത് കാലം. 2026 ജൂൺ മാസം 7-ാം തീയതിയാണ് ഇന്ന് അല്ലേ? 7 7-ാം തീയതിയാണ്. 2026 ജൂൺ മാസം 7-ാം തീയതിയാണ് ഇന്ന്. ഞായറാഴ്ചയാണ്. എന്നാ നിങ്ങളുടെ വീട്ടിലെ പശുവിനോ പട്ടിക്കോ പൂച്ചക്കോ അറിയാവോ ഇന്ന് ഞായറാഴ്ചയാണ്? ഇന്ന് ജൂൺ 7 അറിയാമോ? കാലബോധവും നമുക്കില്ല. അല്ല, അവർക്കില്ല, നമുക്കേ ഉള്ളൂ. ഈ കാലദേശ ബോധങ്ങൾ ഉണ്ടാവുമ്പോഴാണ് പ്ലസ് ഉണ്ടാവുന്നത്. കാലദേശ ബോധം. ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി. ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്ലസ് ആവുന്നത് എങ്ങനെയാണ്? എന്റെ ശബ്ദം ദേശത്തിൽ നിന്ന് വന്ന സൗരോർജമാണ്. ദേശത്തിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ശബ്ദോർജം. കഴിഞ്ഞ വർഷം ആന്ധ്രാപ്രദേശത്തിൽ ഉദിച്ച സൂര്യന്റെ പ്രകാശോർജമാണ് എൻ്റെ ശബ്ദോർജം. ആ പ്രകാശോർജത്തെ അവിടുത്തെ കർഷകരും തൊഴിലാളികളും വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി, നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ല് കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടിയിട്ട് ഹൈദരാബാദ് നിന്ന് ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹി, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൂത്തുപറമ്പ് പേരാവൂർ റൂട്ടിൽ ചിറ്റാരിപ്പറമ്പ് എന്ന എൻ്റെ നാട്ടിലെ വാസുവേട്ടൻ്റെ റേഷൻ കടയിൽ കൊണ്ടുവന്ന അരി എൻ്റെ വീട്ടിൽ വാങ്ങിയിട്ട് കൊണ്ടുപോയി പൊടിച്ചിട്ട് ചുട്ടാ 2 കഷ്ണം വിട്ട് ഞാൻ രാവിലെ 7:30 തിന്നതിൻ്റെ ഊർജമാണ് എൻ്റെ തൊണ്ടെന്ന് കേൾക്കുന്ന ശബ്ദം. ഇത്രയും ദേശബോധം നമുക്കില്ലേ? ദേശമാണ് എൻ്റെ ഊർജം. കാലമോ? ഞാനിപ്പോ മലയാള ഭാഷയിലാണ് പ്രസംഗിക്കുന്നത്. മലയാള ഭാഷ ഞാൻ എൻ്റെ തറവാട്ട് മുതലാണോ? എൻ്റെ അച്ഛനോ എഴുത്തച്ഛനോ കണ്ടുപിടിച്ചതല്ലോ. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്രയെത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും തൂലികത്തുമ്പിലൂടെ, നാരായത്തുമ്പിലൂടെ, പേനൻ തുമ്പിലൂടെ, നാവിൻ തുമ്പിലൂടെ കടന്ന് 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 കാലത്തിലൂടെ വന്നതാണ് എൻ്റെ ഭാഷ. അപ്പൊ ദേശത്തെ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോ ഇങ്ങനെ ലെവലായിട്ടല്ലേ വരയ്ക്കുക? പരന്ന് കിടക്കുന്ന ദേശം. അതിന് ഗ്രാഫിൽ എക്സ് എന്നാ പറയാ, എക്സ് ആക്സിസ്. ആ കാലത്തെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളായി മുറിച്ചു വെച്ചിരിക്കും നമ്മൾ. അതുകൊണ്ട് കാലം y ആക്സിസ് ആണ്. അപ്പൊ ദേശബോധവും കാലബോധവും ചേർന്നതാണ് പ്ലസ്. പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം
ദേശത്തിന്റെ എക്സും കാലത്തിന്റെ വൈയും ചേർന്നതാണ് പ്ലസ്. മക്കളെ, നിങ്ങൾ അപ്ഡേറ്റ് ആവണം. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ പുതുക്കപ്പെടണം. എപ്പോഴാ? കാലബോധത്തിലാണ്. ത്രികാലബോധമാണ് ആദ്യം ഉണ്ടായത്. അറിയാവോ? ത്രികാലബോധമാണ് ആദ്യം ഉണ്ടായത്. എന്താണ് ത്രികാലബോധം? ത്രികാലബോധം ഉണ്ടായപ്പോഴാ ദൈവത്തെ പോലും മനുഷ്യൻ തിരിച്ചറിഞ്ഞത്. അതിനു മുമ്പ് ഞാൻ പറയും, അതിനു മുമ്പ് ദൈവവിശ്വാസം, ദൈവം കാട്ടാളനായി നടക്കുന്ന കാലത്ത് ഈ ഭൂമിയിൽ ഒരു പള്ളിയോ അമ്പലമോ ഒരു പ്രാർത്ഥനയോ ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് മനുഷ്യൻ ദൈവത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? കാലബോധമുണ്ടായപ്പോൾ. ഏത് കാലം? ത്രികാലബോധം, കഴിഞ്ഞുപോയ കാലം. വടകരക്കാരൻ വത്സൻ എന്ന കവി എഴുതിയ ഒരു പാട്ടുണ്ട്, നമ്മൾ സ്കൂളുകളിലെ ലളിതഗാനങ്ങളിലെല്ലാം പാടുന്നത്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ എന്ന പാട്ട്. മനുഷ്യന് മാത്രമേ ഈ കഴിഞ്ഞുപോയ കാലമുള്ളൂ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടത്തുന്നില്ലേ? ഏതെങ്കിലും പക്ഷിമൃഗാദികൾക്കുണ്ടോ പൂർവ്വ വിദ്യാർത്ഥി സംഗമം? അവർക്ക് ബാല്യത്തെ പറ്റി ആലോചിക്കാറുണ്ടോ? അവർ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലമുണ്ടോ? നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന കാലത്ത് പ്രേമം ഉണ്ടായിരുന്നു, പക്ഷെ പറയാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. കുഴപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആരാദ്യം പറയും നമ്മൾ വിചാരിക്കും, ആരാദ്യം പറയും ഓളും വിചാരിക്കും. രണ്ടാളും മുണ്ടൂല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഒരു ഓട്ടോഗ്രാഫ് എത്തുന്നുണ്ട്. ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കും, കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നല്ല എഴുതിക്കും. എന്ത് കാര്യം? ഫോണില്ലാത്തത് കൊണ്ട് പിന്നെ ഒരു വിവരവും ഇല്ല തമ്മിൽ. ഇപ്പോ കല്യാണമെല്ലാം വേറെ കഴിച്ച് ഭാര്യയും മക്കളും മക്കളെല്ലാം ആയപ്പോ പഴയ ആളെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്, വാട്സപ്പിലൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമമാണ്. നമുക്ക് ഭൂതകാലമുണ്ട്, നമുക്ക് ഭൂതകാല ബോധമുണ്ട്. ഉണ്ടായതാണ് ഈ ലോകമെന്ന ചിന്തയുണ്ടായി. ഉണ്ടായതാണ്. അപ്പോഴാണ് ഉണ്ടാക്കിയവനാര് എന്ന ചിന്തയുണ്ടായി. ആ ഉണ്ടാക്കിയവനാരാ? അതാണ് ദൈവം. മനസ്സിലായില്ല? പക്ഷിമൃഗാദികൾക്ക് ദൈവമില്ല. കാരണം അവർക്ക് കാലബോധമില്ല. ഭൂതകാലമുണ്ട്, വർത്തമാനകാലമുണ്ട്. പക്ഷിമൃഗാദികൾക്ക് അതുണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. അവർക്ക് ഭാവി കാലമില്ല. നമുക്ക് ഭാവി കാലമുണ്ട്. നമുക്ക് ഭാവി കാലമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാനിങ് നടത്തുന്നത്. പ്ലാനിങ് ഓഫീസിലായിരുന്നു മോഹനാട്ട് എന്ന് പറഞ്ഞു. 5 ഇയർ പ്ലാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഭാവി കാലമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ നിന്ന്, അറിവുകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ചു കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യനെന്ന് പറയുക. ഈ ത്രികാലബോധത്തെ പണ്ട് ഭാരതത്തിൽ 3 അക്ഷരങ്ങളിലാണ് അവതരിപ്പിച്ചത്. അറിയാവോ? ഭൂതകാലം സൃഷ്ടി നടത്തിയ കാലം, ആ. വർത്തമാനകാലം സ്ഥിതികാലം, ഊ. ഭാവികാലം സംഹാരകാലം, അം. ആ ഊ അം കൂട്ടി വായിച്ചാൽ ഓം. അതുകൊണ്ടാണ് ഓരോ ദൈവത്തിന്റെ പേര് പറയുമ്പോൾ ഈ കാലബോധത്തെ കണക്ട് ചെയ്ത് പറയുന്നത്. അതാ ഓം നമഃശിവായ, ഓം നാരായണായ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓം എന്ന് പറഞ്ഞാൽ എന്താ? പലരും വിചാരിച്ചത് ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാന്നാ ഓം. ഓം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡായി കിട്ടുന്ന ഒന്നുമല്ല. കാലബോധത്തിലൂടെ ദൈവബോധത്തിലെത്തിയതാണ്. ഈ കാലബോധമുണ്ട്. നമുക്ക് കഴിഞ്ഞുപോയ കാലത്തെ പറ്റി അറിയണം. കുട്ടികളെ, നടന്നു വന്ന വഴികൾ അറിയണം. ചരിത്രബോധം ഉണ്ടാവണം. സത്യാനന്തര യുഗമാണിത്. ഈ യുഗത്തിൽ സത്യമൊന്നും വേണ്ട. സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും കളവ് നാട് ചുറ്റി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്, അല്ലേ? അപ്പോ നമുക്ക് കാലബോധം, സത്യാന്വേഷണം നടത്തണം. അതുകൊണ്ട് കാലദേശ ബന്ധങ്ങളാണ് പ്ലസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്ലസ് എന്താ? രണ്ടാമത്തെ പ്ലസ്, ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ ആരാന്നറിയുമോ? ഇന്ത്യയിലെ ആദ്യത്തെ A+കാരൻ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയ ആളല്ല, പ്രസംഗത്തിൽ നാണം കുടുങ്ങിയായിരുന്നു, നന്നായി പ്രസംഗിക്കുന്ന ആളല്ല, കണ്ടാലോ സുന്ദരനല്ല, തലയിലൊരു മുടിയില്ല, മെലിഞ്ഞുണങ്ങിയ ശരീരമാണ്. പക്ഷെ അദ്ദേഹമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹം എങ്ങനെയാണ് A+ ആയെന്നറിയുമോ? അദ്ദേഹമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്താണ് ഈ കരംചന്ദ് ഗാന്ധി? കർമ്മചിന്ത ഗാന്ധി. കർമ്മവും ചിന്തയും ചാലിച്ച് ചേർത്ത ഗാന്ധി.
മനുഷ്യന്റെ പ്രത്യേകത അധ്വാനവും ചിന്തയുമാണ് മനുഷ്യന് പ്ലസ് ഉണ്ടാക്കിയത്. മനുഷ്യന് പ്ലസ് ഉണ്ടായത് അധ്വാനവും ചിന്തയും. പക്ഷിമൃഗാദികളെല്ലാം ഭക്ഷണം തേടാൻ വേണ്ടി അധ്വാനിക്കാറുണ്ട്, പക്ഷെ ചിന്തയില്ല അവർക്ക്. നമുക്ക് ചിന്തയുണ്ട്, അതുകൊണ്ട് പക്ഷിമൃഗാദികൾക്ക് പ്ലസ് ഇല്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 20 ലക്ഷം വർഷം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. 20 ലക്ഷം ഒന്നും അല്ല, അതിനേക്കാൾ എത്രയോ കാലം മുമ്പ് ആനകളുണ്ട്. എന്നാൽ 20 ലക്ഷം വർഷം മുമ്പ് ആനകളുണ്ടെന്ന് ഉറപ്പല്ലേ? ആ ഫോസിലുകൾ തെളിവാണ്. ആ ഫോസിലുകൾ ഉണ്ടായ അന്നത്തെ ആന 20 ലക്ഷം വർഷം മുമ്പ് നമ്മളെക്കാൾ ഇപ്പോഴത്തേക്കല്ല, മനുഷ്യൻ ഉണ്ടാകുന്നതിനേക്കാൾ 20 ലക്ഷം വർഷം മുമ്പുള്ള ആ ആനകൾ എങ്ങനെയാ ജീവിച്ചത്? എങ്ങനെയാ ജീവിച്ചിട്ടുണ്ടാവുക? അതേപോലെ തന്നെയാ 2026 ജീവിക്കുന്ന ഒരു പ്ലസ്സും ഇല്ല. തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ കുറച്ചാളെങ്കിലും. ആ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടിയുടെ 30 ആനയും പാറമേക്കാവിന്റെ 30 ആനയും വടക്കുന്നാഥന്റെ ഗോപുരത്തിന്റെ മുന്നിൽ കുടമാറ്റം നടത്താൻ വേണ്ടി അണിനിരക്കുമ്പോ അത് കാണാനായിട്ട് ആ സ്വരാജ് റൗണ്ടിൽ ഒരു 5 ലക്ഷം മനുഷ്യരുണ്ടാവും. അതിൽ സ്ത്രീകളും ഉണ്ടാവും, പുരുഷന്മാരുണ്ടാവും. ഇത്രയും സ്ത്രീകളും പുരുഷന്മാരും നോക്കി നിൽക്കുമ്പോ ഇതുവരെ ഒരു കൊമ്പനാനൊക്കെ ഒരു ട്രൗസർ ഉടുക്കണമെന്നോ ഒരു പിടിയാനൊക്കെ ഒരു അണ്ടർവെയർ ഉടുക്കണമെന്നോ ചിന്തയുണ്ടായോ? ഇല്ല. അന്നും ഉടുത്തിട്ടില്ല, ഇന്നും ഉടുക്കുന്നില്ല, ഒരിക്കലും ഉടുക്കില്ല. അതിന് പ്ലസ് ഇല്ല. നമ്മൾക്ക് പ്ലസ് ഉണ്ട്. എങ്ങനെ? നമ്മൾ ബാല്യത്തിൽ ഉടുത്ത വസ്ത്രമാണോ ഇപ്പോൾ ഉടുക്കുന്നത്? അല്ല. നമ്മളന്ന് കീറിയ ട്രൗസർ മാറിയിട്ട് ഒരു കീറാത്ത ട്രൗസറിന് മോഹിച്ചിരുന്നു അല്ലേ? ഇപ്പോൾ ഇഷ്ടം പോലെ ട്രൗസറും പാൻറ്റും കിട്ടിയപ്പോൾ ജീൻസ് വാങ്ങിയിട്ട് കീറിയിട്ട് ഉടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? കീറിയിട്ട് ഉടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വീടുകളിൽ എന്തെല്ലാം മാറ്റമുണ്ടായി? ഈ പ്ലസ് എങ്ങനെയുണ്ടായി? കർമ്മവും ചിന്തയും ചാലിച്ചിട്ടാണ്. കർമ്മം എന്ന എക്സ് ആക്സിസും ചിന്ത എന്ന വൈ ആക്സിസും ചേരുമ്പോഴാണ് പ്ലസ് ഉണ്ടാവുന്നത്. അതാണ് ഗാന്ധി ആദ്യത്തെ എ പ്ലസ് കാരനാണെന്ന് പറയുന്നത്. അധ്വാനിക്കാനും പഠിക്കണം മക്കളെ, ചിന്തിക്കാനും പഠിക്കണം. ചിന്ത വേണം, ചിന്ത വേണം. വെറുതെ പഠിച്ചാൽ പോരാ. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന സദസ്സിനോട് ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാം. ഈ സദസ്സിലുള്ള ഒരാൾക്കും അതിന്റെ ഉത്തരം അറിയാതില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഈഗോ ഇല്ലാത്തവരെല്ലാം ഉത്തരം പറയണം. ചില ആൾ ഈഗോ, ഇയാൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ പറയുന്നത്, എനിക്ക് അറിയാം പക്ഷെ പറയൂല എന്ന് മസിൽ കൊടുത്തും ഇല്ലാത്തവര് പറയാം കേട്ടോ. പറയാം. ചോദിച്ച ഉടനെ ഉത്തരം പറയണേ. ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും അറിയാം, പേടിക്കണ്ട. തേനുണ്ടാക്കുന്ന ആരാണ്? തേനീച്ച അല്ലേ? എല്ലാവരും ഉത്തരം പറഞ്ഞു. എത്ര കറക്റ്റായിരുന്നു? തേനീച്ച. തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച. ഉത്തരം തെറ്റാണ്. തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. ഒന്നുകൂടി ഞാൻ ചോദിക്കാം, തേനുണ്ടാക്കുന്ന ആരാണ്? ഓ യെസ്, ഇപ്പോഴാ പ്ലസ് ആയത്. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ കുട്ടികൾ പരീക്ഷയ്ക്ക് പറ്റുന്ന അബദ്ധമാണിത്. ഉടൻ തന്നെ മനസ്സിലുള്ള ധാരണ ഉടൻ തന്നെ അങ്ങ് വരയ്ക്കും. അത് എക്സാ. ഇങ്ങനെ വരച്ച മൈനസാ. അത് താഴോട്ടും ഇല്ല മേലോട്ടും ഇല്ല. നിലവിലുള്ള ധാരണ എക്സാണ്. പക്ഷെ അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ആഴത്തിൽ ചിന്തിച്ചു, വൈ വരച്ചു, അപ്പൊ പ്ലസ് ആയി. പിടികിട്ടിയോ? പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും ചേർന്നാലേ പ്ലസ് ആവൂ. ഓർമ്മശക്തി കൊണ്ട് മാത്രം ഒരു കുട്ടിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് ഓർമ്മശക്തിയുടെ പരീക്ഷണം മാത്രമാണ്. നമ്മുടെ ടി വിയിലൊക്കെ കാണുന്നില്ല ചില അത്ഭുത കുട്ടികളെ? ലോകത്തിലെ സകല രാജ്യത്തിന്റെ പേരും ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും പേരും ബൈഹാർട്ടാക്കിയ അവിടുത്തെ ഭാഷകൾ അറിയുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ ടി വിയിൽ ചില ഷോകളിൽ? കലണ്ടർ, ഒരു 1000 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കലണ്ടറിലെയും ദിവസം ഡേറ്റ് പറഞ്ഞാൽ അത് ഏതാഴ്ചയായിരിക്കും കൃത്യമായി പറയുന്ന ചില കുട്ടികളുണ്ട്. ഭയങ്കര ഓർമ്മശക്തിയുള്ള കുട്ടികൾ. പക്ഷെ ഈ കുട്ടികളെ പിന്നെ കാണുന്നില്ലല്ലോ. അവരെവിടെ പോയി? അവരൊരു കലക്ടർ പോലും ആവുന്നില്ല, അവരൊരു ശാസ്ത്രജ്ഞയാവുന്നില്ല, അവരെ പിന്നെ കാണുന്നില്ല. അപ്പൊ ഓർമ്മശക്തി മാത്രം മതിയോ? പോരാ. പരീക്ഷ എന്ന് പറയുന്നത് ഓർമ്മശക്തിയുടെ പരിശോധന മാത്രമാണ്, ബുദ്ധിശക്തിയുടെ പരിശോധനയാവണം. അപ്പോഴാ ശരിയായ പരീക്ഷ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ടെല്ലാം ആയി എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ആ അറിവിനെ ആഴത്തിലുള്ള ചിന്തകളിലൂടെ പ്ലസ് ആക്കാൻ പറ്റണം. അതിനെന്ത് വേണം? അതിന് ഉത്തരങ്ങൾ പഠിക്കലല്ല നമ്മുടെ ജോലി, ചോദ്യങ്ങൾ ചോദിക്കലാണ് നമ്മുടെ ജോലി. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം നിങ്ങളോട്.
അടുത്ത ചോദ്യം, ഇതൊരു ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി കേട്ടോ. ഇയാൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കാൻ ഇതാരടാ എന്നുള്ള ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ ചോദ്യത്തിന് നിങ്ങൾ പേടിക്കേണ്ട, ഉത്തരം ആരും പറയരുത്. ഉത്തരം അറിയുന്നവർ കൈ നിന്നാൽ മതി, അവരോടെ ഞാൻ ചോദിക്കും. ഉത്തരം അറിയുന്നവർ നിൽക്കുക, അവരോടെ ചോദിക്കും. അതുകൊണ്ട് മൊത്തത്തിൽ വിളിച്ചു പറയണ്ട. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു പാൽ സൊസൈറ്റിയുടെ വണ്ടി. പാൽ സൊസൈറ്റിയിൽ ഇവിടെ പാൽ സൊസൈറ്റി പാൽ അളന്ന് വാങ്ങുകയും ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നു. അല്പം നേരത്തേക്ക് വിചാരിക്കാമല്ലോ. നമ്മുടെ ജീവിതം തന്നെ ഒരു വിചാരമല്ലേ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കെമിസ്ട്രി എടുക്കുന്ന ടീച്ചർ ഒരു ദിവസം പോലും ഞങ്ങളെ ലാബറട്ടറി കൊണ്ടുപോയില്ല. വിരല് കാണിച്ചിട്ട് ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. എന്ത് രാസമാറ്റം സംഭവിക്കുമെന്ന് കാലക്കേടിന് എന്നോടാണ് ചോദിച്ചത്. എൻ്റെ വയറ്റിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് ഒലിക്കാൻ തുടങ്ങി. ഉത്തരം അറിയില്ല, വയറ്റിൽ നിന്ന് ഒരു പുകച്ചലുണ്ടാവും. എന്നിട്ട് ഞാൻ എഴുന്നേറ്റിട്ടൊരു ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, ഗെറ്റ് ഔട്ട്, നാളെ അച്ഛനെയും കൂട്ടി വന്നാൽ മതി. ഞാൻ പറഞ്ഞ ഉത്തരം, ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക എന്നായിരുന്നു. എല്ലാം വിചാരിക്കണം, ഇനി അതും വിചാരിച്ചാൽ പോലെ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഉത്തരം പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഒരു പാൽ സൊസൈറ്റിയിലെ വണ്ടി ഓടിക്കുന്നതാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ വണ്ടി 2 കിലോമീറ്റർ കൂടിയപ്പോൾ അതിൽ 4 ലിറ്റർ പാൽ അളന്നിട്ട് വാങ്ങി. പിന്നെ 4 കിലോമീറ്റർ കൂടിയപ്പോൾ അതിൽ നിന്ന് 2 ലിറ്റർ പാൽ വിറ്റു. പിന്നെയും വണ്ടി 5 കിലോമീറ്റർ കൂടിയപ്പോൾ 10 ലിറ്റർ പാൽ അളന്ന് വാങ്ങി. പിന്നെ 10 കിലോമീറ്റർ കൂടിയപ്പോൾ 5 ലിറ്റർ പാൽ വിറ്റു. ഇനിയാണ് ചോദ്യം, കണക്കൊന്നും കൂടി പറയണോ? 2 കിലോമീറ്റർ കൂടിയപ്പോൾ 4 ലിറ്റർ പാൽ അളന്ന് വാങ്ങി. 4 കിലോമീറ്റർ കൂടിയപ്പോൾ 2 ലിറ്റർ പാൽ വിൽപ്പന നടത്തി. പിന്നെയും 5 കിലോമീറ്റർ കൂടിയപ്പോൾ 10 ലിറ്റർ പാൽ വാങ്ങി. 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 ലിറ്റർ പാൽ വിൽപ്പന നടത്തി. ഇനി ചോദ്യം ഇതാണ്, ഉത്തരം അറിയുന്നവർ നിന്നാ മതി. ചോദ്യം ഇതാണ്, ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായിരിക്കുന്ന? ഒരാൾ 3, 2, 3, കൃത്യസംഖ്യ പറഞ്ഞു. നിങ്ങൾ 65 പറഞ്ഞു, 58. പിന്നെ ആരാ കൈ നോക്കിയ? 70. അവിടെ 53. ഓക്കെ, ഇവരെല്ലാം പറഞ്ഞ ഉത്തരം ശരിയാണ്. അവർക്കൊരു കയ്യടി കൊടുത്താട്ടെ. ഈ കയ്യടിച്ചവർ ഉത്തരം കിട്ടാത്തവരാ. എന്താ ഉത്തരം കിട്ടാന്നറിയോ? ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. ഞാൻ നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നെന്ന് വിചാരിക്കാന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ? നിങ്ങളല്ലേ ഡ്രൈവർ, അവരല്ല അവരുടെ സ്വന്തം വയസ്സാ പറഞ്ഞേ. മനസ്സിലായോ? അതാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു ദിവസം ഒരാൾ പറഞ്ഞു, ഇത് ഉത്തരം എനിക്ക് അറിയായിരുന്നു, പക്ഷെ എൻ്റെ വയസ്സ് നാട്ടുകാർ അറിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ മിണ്ടിയിട്ടില്ല. അതാണ്. അപ്പോ ഇവിടെ 2 കാരണങ്ങൾ കൊണ്ടാണ് ഉത്തരം കിട്ടാത്ത ഫലം. എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. മുതിർന്നവരാ പറഞ്ഞേ, കുട്ടികൾ ആരും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് കുട്ടികളെ ഉത്തരം കിട്ടാഞ്ഞത്? നിങ്ങൾക്കൊരു ഉത്തരം തെറ്റിപ്പോയാലോ കിട്ടാതിരുന്നാലോ ഉടൻ തന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെറ്റിക്കടിക്കരുത്. എന്തുകൊണ്ട് ഉത്തരം കിട്ടിയില്ല എന്ന് വിശകലനം ചെയ്യണം. വിശകലനം ചെയ്യുമ്പോൾ 2 കാരണങ്ങൾ കൊണ്ടാണ് ഉത്തരം കിട്ടാൻ. എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന് ഓർമ്മ വേണം. മറ്റുള്ളവർ ഓടിക്കുന്ന, അച്ഛൻ ഓടിക്കുന്ന, അമ്മ ഓടിക്കുന്ന, കൂട്ടുകാരോടിക്കുന്ന, നാട്ടുകാരോടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യാനല്ല നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാ. ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ റിവേഴ്സ് ഗിയർ പോണോ തീരുമാനിക്കണം. ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം ഞാൻ തീരുമാനിക്കണം. എൻ്റെ പാൻറ് എവിടെയാ ഉടുക്കേണ്ടത്? ഓനുണ്ട് അണ്ടർവെയർ കാണുന്ന മട്ടിൽ ചന്തീൻ്റെ അടിയിൽ പാൻറ് ഉടുക്കുന്നു, എനിക്കും അതുപോലെ ഉടുക്കണമെന്ന് തോന്നുക. അവളുണ്ട് ഓക്കെ വാങ്ങിത്തുന്ന, എനിക്ക് ഓക്കെ വേണം. അവനുണ്ട് ബിങ്കോ വാങ്ങുന്ന, എനിക്ക് ബിങ്കോ വേണം. ഇങ്ങനെ മറ്റുള്ളവരുടെ പിറകെ പോവുക, മറ്റുള്ളവരുടെ പിറകെ പോവുക. അവളെന്ത് സൈലത്ത് പഠിക്കാൻ പോകുന്നു, എനിക്ക് സൈലത്ത് പോകണം. ലക്ഷ്യാല അവൻ ചേരുന്നു, എനിക്ക് ലക്ഷ്യം ചേരണം. അല്ല പാലാ ബ്രില്യൻസിലാ പോകുന്നത്, അങ്ങോട്ട് പോകണം എന്നല്ലാതെ എനിക്കെന്ത് പഠിക്കണം, എനിക്ക് ഏത് കോഴ്സ് വേണം, ഞാൻ ഏത് ജോലിയിൽ എത്തണമെന്ന സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യബോധം കുറിക്കാൻ കഴിയണം. ഇത് ഫുൾ A+ വാങ്ങുന്നു, എന്നിട്ടോ എൻട്രൻസ് കോച്ചിങ്ങിൽ ചേരുന്നു, എന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നു, പേര് വന്നിട്ടോ പ്രൊഫഷണൽ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്നു, എന്നിട്ടോ പ്ലേസ്മെന്റ് കിട്ടുന്നു, ജോലി കിട്ടുന്നു.
ജോലി കിട്ടുന്നു, എന്നിട്ടോ ജോലി കിട്ടിയിട്ട് ശമ്പളം വാങ്ങുന്നു, ശമ്പളം വാങ്ങിയിട്ടോ കൊട്ടാരം പോലത്തെ ഒരു വീടെടുക്കുന്നു, വീടെടുത്തിട്ട് ആനക്ക് പോലും കടക്കാൻ പറ്റാത്ത മതിൽ കെട്ടുന്നു ചുറ്റുവട്ടം, അല്ലേ? വലിയ മതില. എന്നിട്ട് റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിക്കുക. പഞ്ചായത്ത് മെമ്പർമാരില്ലേ ഇത്? റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിച്ച വീട്ടുകാർക്കൊക്കെ വികലാംഗ പെൻഷൻ കൊടുക്കണം. കാരണം ഈ ഗേറ്റ് ഒന്ന് തുറക്കാൻ, മുറ്റത്തൊന്നും ഇറങ്ങാൻ 2 കാലില്ലാത്തവരെ റിമോട്ടിന്റെ ഗേറ്റ് പിടിപ്പിക്കുന്നത്. കാലില്ല. എന്നിട്ട് ഒരുപാട് ചെടി വാങ്ങി പിടിപ്പിക്കും. ആര് കാണാൻ? നാട്ടുകാരെ കാണാൻ വിടൂല, മതിൽ കെട്ടി മറിച്ചിട്ടുണ്ട്. വീട്ടുകാർ കാണുമോ? വാതിൽ തുറക്കില്ല. ഒരൊറ്റ വീടിന്റെ വാതിൽ തുറക്കില്ലല്ലോ, അകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന അല്ലത്തിരിക്കും. എന്നിട്ട് മനുഷ്യനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഒരു പട്ടിയെ വാങ്ങിപ്പോയി. എന്നിട്ട് രാത്രി ഒരു 9:30-10 മണിക്ക് ഗേറ്റ് തുറക്കും. എന്തിനാ? അപ്പുറത്തെ വീട്ടിലെ വല്യമ്മക്ക് അസുഖമാണ്, ഒന്ന് അന്വേഷിക്കാനാ. ഇപ്പുറത്തെ വീട്ടിലെ പയ്യൻ വിവാഹം അന്വേഷിച്ചിട്ട് എവിടെയും സെറ്റായെന്ന് അന്വേഷിക്കാനാ. അതിനപ്പുറത്തെ വീട്ടിലെ ചെക്കൻ ഏത് കോളേജിലാ മോനെ അഡ്മിഷൻ എടുക്കുന്ന അന്വേഷിക്കാനൊന്നുമല്ല. ഗേറ്റ് തുറക്കുന്നത് ഈ പട്ടിയെ വിസർജിക്കാൻ കൊണ്ടുപോകാൻ മാത്രം ഗേറ്റ് തുറക്കും. പട്ടിയുടെ ചങ്ങലയും പിടിച്ചിട്ട് ഒരു നാടുമായി ബന്ധമില്ലാത്ത പഞ്ചായത്ത് റൂമുമ്പോൾ പോയി വിസർജിച്ചോളൂ പട്ടി. അതിനുവേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന കുറെ കഴുതകൾ ഉണ്ടാവാനാണോ ഈ ഫുൾ A+? പട്ടിയെയും കൊണ്ട് ഒരാൾ നടക്കുക, പുറത്ത് വിസർജിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരാൾ ചോദിച്ചു, ഈ കഴുതേനെയും കൊണ്ട് എങ്ങോട്ടാണ്? ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിന്റെ കണ്ണ് കാണുന്നില്ലേ, ഇത് കഴുതിയല്ല പട്ടിയാ. അപ്പൊ അവൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, ഞാൻ പക്ഷെ പട്ടിയോടാ ചോദിച്ചത്, ഈ കഴുതേനെയും കൊണ്ട് എങ്ങോട്ടാണ്. മനസ്സിലായോ? അതാണ്. അത്തരത്തിൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണിയുണ്ടാക്കുക, വിസർജിക്കുക, ഈ പ്രക്രിയ മാത്രം നടത്താനാണെങ്കിൽ പോത്തായിട്ടോ കടുവയായിട്ടോ ആനയായിട്ടോ ജനിച്ചാൽ പോരെ. മനുഷ്യനാവുന്നത് വികാസം ഉണ്ടാക്കാനാണ്, ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പുറം ഇപ്പുറം ബന്ധങ്ങൾ ഉണ്ടാവണം, സ്നേഹബന്ധങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് ചോദ്യം പഠിക്കുന്ന കുട്ടിയാവണം, അന്വേഷിക്കുന്ന കുട്ടിയാവണം. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, ഇവരുടെ കുറ്റമല്ല, ഇവിടെ ഏതെങ്കിലും അധ്യാപകരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ സ്കൂളിലുള്ള രീതി എന്താ? ചോദ്യം വായിക്കൂ, ഉത്തരം പഠിക്കും, ചോദ്യം വായിക്കൂ, ഉത്തരം പഠിക്കും. തെറ്റാണത്. ചോദ്യം വായിക്കുകയല്ല, ചോദ്യമാണ് പഠിക്കേണ്ടത്. ചോദ്യം പഠിക്കുന്നത് കൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ വളർന്നത്. അറിയുമോ? ഇന്ത്യ ആദിബുദ്ധിമാന്മാരുടെ രാജ്യമായിരുന്നു. കൊളംബസ് അമേരിക്കയെ കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. നളന്ദ, തക്ഷശില സർവകലാശാലകൾ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വിദേശികളടക്കം പഠിച്ചു പോയിരുന്നു. 18 പുരാണങ്ങളും 45,000 കഥാപാത്രങ്ങളുമുള്ള എത്രയെത്ര സാഹിത്യകൃതികൾ ഇവിടെ ഉണ്ടായി. ഉപനിഷത്തുകളും വേദവും ഗീതയും ഒക്കെ എഴുതിയ നാടല്ലേ. നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന്, മോഡേൺ മെഡിസിൻ വരുന്നതിന് മുമ്പ്, മോഡേൺ മെഡിസിൻ വന്നിട്ട് എത്ര കാലമായി? 100-200 കൊല്ലല്ലേ ആയിരുന്നു. മെന്റലിയഫിന്റെ പട്ടികയും അതിലെ 104 മൂലകങ്ങളും അതിന്റെ രാസത്വരക ശക്തി ടെസ്റ്റ് ട്യൂബും പണലും ഉപയോഗിച്ചിട്ട് പരീക്ഷണശാലകളിൽ കണ്ടെത്തി മരുന്ന് കണ്ടുപിടിക്കുകയും രോഗം മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റെതസ്കോപ്പ്, എക്സ്റേ, മൈക്രോസ്കോപ്പ്, സ്കാനിങ് മെഷീൻ ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തപ്പോഴാണല്ലോ മോഡേൺ മെഡിസിൻ വികസിച്ചത്. എന്നാൽ ഒരു സ്റ്റെതസ്കോപ്പും മൈക്രോസ്കോപ്പും ടെസ്റ്റ് ട്യൂബും പണലും ഒരു ലാബറട്ടറിയും ഇല്ലാത്ത അതിനേക്കാൾ 1500 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് പാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കി ആയിരക്കണക്കിന് കഷായം, അരിഷ്ടം, ചൂർണം, ലേഹ്യം, പടകം, തൈലം, ഗുളികകൾ ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും നമ്മുടെ നാട്ടുകാരായിരുന്നില്ലേ? അന്ന് എഴുതി വെച്ചിട്ട് ഇപ്പോൾ ചികിത്സിക്കുന്നില്ലേ? നമ്മൾ ആയുർവേദ ചികിത്സ എടുക്കുന്നില്ലേ? ഉണ്ട്. ഇപ്പൊ നല്ല ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് എന്താ നമ്മുടെ രാജ്യം പട്ടിണി റാങ്കിങ്ങിൽ 103-ാം സ്ഥാനത്ത്? എന്താ നമ്മുടെ രാജ്യം ശിശുമരണ നിരക്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്നതിൽ 3-ാം സ്ഥാനത്ത്? എന്തുകൊണ്ടാണ്? ഒന്നും വേണ്ട, ഈ സ്കൂളിന്റെ മുറ്റത്ത് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞാട്ടെ. ഏതെങ്കിലും ഒരു സാധനം. ഈ മൈക്ക് ഇന്ത്യയെ കണ്ടുപിടിച്ചാണോ? വാച്ച് ഇന്ത്യയെ കണ്ടുപിടിച്ചാണോ? പേന ഇന്ത്യയെ കണ്ടുപിടിച്ചാണോ? കണ്ണട ഇന്ത്യയെ കണ്ടുപിടിച്ചാണോ? ബൾബ്, ഫാന്, ഈ ഫോണ്, നിങ്ങൾ ഇരിക്കുന്ന ഇന്റർലോക്ക് ഉണ്ടാക്കിയ സിമന്റ്, ഞാൻ വന്ന കാറ്, ട്രെയിന്, നിങ്ങളിരിക്കുന്ന കസേര, പ്ലാസ്റ്റിക്, ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ച. എന്താ ഈ ബുദ്ധിയുടെ പോയി? നമ്മൾ ഉത്തരം മാത്രം പഠിച്ചു, ചോദ്യം ചോദിച്ചില്ല, പറയുന്നത് കേട്ടിട്ട് പോകും.
പറയുന്നത് എങ്ങനെയെന്ന് അന്വേഷിച്ചില്ല. ഞാൻ തെളിവ് തരണം. ഞാനിപ്പോ അടുത്തൊരു ചോദ്യം ചോദിക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 2000 രൂപ വരും. ചോദ്യത്തിന് ഉത്തരം ആർക്കും പറയാം. ഒരു ദിവസം 24 മണിക്കൂറല്ലേ? എങ്ങനെയാണ് 24ന്റെ കണക്കുണ്ടായത്? എന്തുകൊണ്ട് 25ഓ 30ഓ ആവാതെ 24 മണിക്കൂറിന്റെ കണക്കെന്താ? എല്ലാരും പഠിപ്പിച്ചില്ലേ? സ്കൂളിൽ നിന്ന് പഠിച്ചില്ലേ? 24 മണിക്കൂറാണ് ഒരു ദിവസം. എന്താ 24ന്റെ കണക്ക് അറിയാവോ? ആരെങ്കിലും ചോദിച്ചോ? 2000 രൂപ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ അന്വേഷിച്ചിട്ടില്ല. നമ്മൾ 24 ആയിക്കോട്ടെ. ഒരു മണിക്കൂറിന് 60 മിനിറ്റാണ്. ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ. എങ്ങനെയാ ടീച്ചറെ 60 വന്ന് ചോദിച്ചോ? ഇല്ല, ചോദ്യങ്ങളില്ല. നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നാന്ന് വിചാരിക്കുക എന്ന് ഞാൻ ചോദ്യത്തിൽ പറഞ്ഞിരുന്നില്ലേ? ആ ചോദ്യം പഠിച്ചിരുന്നെങ്കിൽ മുഴുവനാക്ക് ഉത്തരം കിട്ടുമായിരുന്നില്ലേ? ചോദ്യമാണ് മക്കളെ. ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ വീട്ടിലുള്ള രക്ഷിതാക്കൾ ഓർക്കുക, ചോദ്യമാണ് മനസ്സിന്റെ വികാസം ഉണ്ടാക്കുന്ന ഉത്തരങ്ങളല്ല. ചോദ്യമാണ്. ഞാനിപ്പോ ഈ പരിപാടി കേട്ടിട്ട് ഞാൻ പൂക്കാട്ടുപടിയെ പറ്റി, എടത്തല പഞ്ചായത്തിനെ പറ്റിയിട്ട് വീട്ടിലിരുന്ന് പഠിക്കുക. ഞാനിവിടെ എത്തിയിട്ടില്ലെങ്കിൽ എന്റെ വില പോയില്ലേ? നിങ്ങൾ ഉത്തരം പഠിക്കലല്ല, ഉത്തരത്തിൽ എത്തലാണ്. ചോദ്യമാണ് ഉത്തരത്തിലേക്ക് കുട്ടികളെ പിടിച്ചു വലിക്കുന്നത്. ചോദ്യം മനസ്സിലായാൽ ഉത്തരം അറിയാനുള്ള ആകാംക്ഷയുണ്ടാകും. ആ ആകാംക്ഷ ഒരു ജൈവിക പ്രക്രിയ എന്ന് പറഞ്ഞാൽ, ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ കൈ നീളും പോലെ മനസ്സും നീളും. മനസ്സ് എക്സ്റ്റൻഷൻ നടത്തും. ആ എക്സ്റ്റെൻഡ് ചെയ്ത വളർന്ന ആ ഫയലിൽ ഉത്തരം വന്നു നിറയുന്നത് വരെ അത് ശൂന്യമായി കിടക്കും. ശൂന്യതയുടെ പ്രത്യേകത അത് പിടിച്ചു വലിക്കുമെന്നതാണ്. എനിക്കെന്നറിവില്ല എന്നറിവാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവില്ല എന്ന അറിവാണ് ഉത്തരത്തെ പിടിച്ചു വലിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ശൂന്യത, ന്യൂനമർദ്ദം ഉണ്ടാകുന്നത് കൊണ്ടാണ് അറബിക്കടലിൽ നിന്ന് കാറ്റടിച്ച് മഴ പെയ്യുന്നത്. ഒരു സിറിഞ്ചിന്റെ പറകിൽ നിന്ന് പിസ്റ്റൺ വലിക്കുമ്പോൾ അതിനകത്ത് ശൂന്യതയുണ്ടാകുന്നത് കൊണ്ടാണ് കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്നത്. ശൂന്യതയുടെ കരുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ശൂന്യത തമാശ കളിയല്ല. ഈ ഗ്ലാസ്സിൽ വെള്ളം നോക്കും, ഇതെന്റെ കയ്യിലൂടെ നിൽക്കും. പക്ഷെ ഇതെന്റെ കയ്യിൽ നേരെ തിരിച്ച് കമിഴ്ത്തിയിട്ട് വെച്ച് നിൽക്കൂലല്ലോ, അത് മറിഞ്ഞു പോകുമല്ലോ, അല്ലേ? എന്നാ മറിഞ്ഞു പോകുന്നില്ല, ആ വെള്ളം മറിഞ്ഞു പോകുന്നില്ല, അത് വീഴുന്നില്ല. ഇത് ടൈറ്റാണ്. ഇത് ഇവര് കൊണ്ടുവന്ന ഗ്ലാസ്സാണ് കേട്ടോ. ഞാൻ കൊണ്ടുവന്ന മാജിക് ഗ്ലാസ് ഒന്നുമല്ല. ഈ ഗ്ലാസ് എങ്ങനെയാണ് എന്റെ കൈയോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ല. ഞാനിങ്ങനെ വെക്കുന്നു, ഉയർത്തുന്നു, ഇത്രയേ ഉള്ളൂ. ഞാൻ പിടിച്ചിട്ട് നിന്നതല്ലോ ഇത്. ഇതിന്റെ കരുത്ത് ഇതൊരു ശാസ്ത്രമാണ്, ഇത് മാജിക് അല്ല, ഇതൊരു വാക്വമാണ്. ആ വാക്വം ഞാൻ കൈ അമർത്തി വെച്ച് എയർ ടൈറ്റ് ആക്കിയല്ലോ. എന്നിട്ട് 2 വിരൽ താഴോട്ട് ചലിപ്പിച്ചപ്പോ, ചെറുങ്ങനെ ചലിപ്പിച്ചപ്പോ എന്റെ ഉള്ളം കൈ മാത്രം മേലോട്ട് ഉയർന്നു. അപ്പൊ അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തു. ആ വാക്വം കൊണ്ടാണ് നിന്നത്. കുട്ടികൾ വീട്ടിൽ പോയി ഗ്ലാസ് കുടിക്കണ്ട. പണ്ട് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സ്റ്റീലിന്റെ ഗ്ലാസ് വായിൽ അമർത്തി വെച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ച് ടൈറ്റാക്കി പിടിപ്പിക്കലില്ലേ? ഇല്ലേ? അത് തന്നെയായിരുന്നു. മനസ്സിലായോ? ഈ കരുത്ത് ബാഹ്യമായ ശൂന്യതയാണ്. മനസ്സിനകത്തുള്ള ആന്തരികമായ ശൂന്യതയാണ് ചോദ്യം. ചോദ്യം ചോദിക്കുന്ന, അന്വേഷിക്കുന്ന കുട്ടികളാവണം. പണ്ടത്തെ മട്ടിൽ A+ കിട്ടിയോ, എത്ര മാർക്ക് കിട്ടിയോ എന്നതല്ല വിഷയം. ഇപ്പോ നിങ്ങളൊരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയാൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയാൽ, നീ എന്തൊക്കെ ചോദിച്ചു എന്ന് അന്വേഷിക്കും. ഗൂഗിളിലൂടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നീ എന്തൊക്കെ തപ്പി, നിന്റെ മെയിൽ ID കൊണ്ടുവരും, നിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്, നിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പറയും. അവരുടൻ തന്നെ ആ ഇൻസ്റ്റഗ്രാമിൽ അതിലെന്താ ഉള്ളത്? അതിൽ ഏതെങ്കിലും ഒരു ബൈക്കിന്റെ മുമ്പിലെത്തിയാൽ അവിടുത്തെ കണ്ണാടിയിൽ നോക്കിയിട്ട് മുടി ഇങ്ങനെയാക്കി യോയോ എന്നുള്ള ഫോട്ടോ മാത്രം പോസ്റ്റ് ചെയ്താണെങ്കിൽ പോടാ എന്ന് പറയും. അപ്പൊ തന്നെ പൊയ്ക്കോന്ന് പറയും. അല്ല, ആ ഇൻസ്റ്റഗ്രാമിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ പറ്റി പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നിങ്ങളൊരു കമന്റ് ഇട്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് സാമൂഹ്യ ബോധമുണ്ടെന്നാണ്.
രാഷ്ട്രീയമുണ്ടോന്നല്ല, രാഷ്ട്രീയം എന്തെന്നല്ല അവർ നോക്കുക. നിങ്ങൾ ഈ പൊതു സമൂഹത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇയോൺ മസ്കിന്റെ ഏറ്റവും പുതിയ റോക്കറ്റിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ വരാൻ പോകുന്ന ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോളിൽ നിങ്ങൾ ഏത് രാജ്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്? നിങ്ങൾക്ക് ഹിഗ്വിറ്റിയെ അറിയാമോ? നിങ്ങൾക്ക് ചിലാവർട്ടിനെ അറിയാമോ? അറിയുന്ന ആരുമുണ്ടോ? ചിലാവർട്ടിനെ അറിയാമോ? ഒരു രാജ്യത്തിന്റെ ഗോളിയായിരുന്നു ചിലാവർ. ആ ഗോളി ഗോളടിച്ച്, ചരിത്രത്തിൽ ആദ്യമാണ് ഗോളി പോയിട്ട് ഗോളടിച്ച്. തിരിച്ച് ആ നാട്ടിൽ വന്നപ്പോ ആ നാട്ടുകാര് ചിലാവർട്ടിനെ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കി. അറിയുമോ? ഇതൊക്കെ അറിയണം, ഇതൊക്കെ അന്വേഷിക്കണം. അതിലൂടെ നിങ്ങളിപ്പോ ബാങ്കിൽ ലോണിന് പോയാൽ ഒരാൾക്ക് ലോൺ കൊടുക്കുന്നത് അയാളുടെ ആധാരം നോക്കിയിട്ടോ ശമ്പളം നോക്കിയിട്ട് മാത്രമല്ല. ഓരോ ആൾക്കൊരു സിവിൽ പോയിന്റ് ഉണ്ട്. ആ സിവിൽ പോയിന്റ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല. ഇതുവരെ കട്ട് ചെയ്യാതെ ഉപയോഗിച്ച ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ സിവിൽ പോയിന്റ് മേലോട്ട് വരും. കട്ട് ചെയ്യാതെ ഉപയോഗിച്ച ലാൻഡ് ഫോണിന്റെ ബില്ല് കാണിച്ചു കൊടുത്താൽ മതി. ബാങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമാവും, ബാങ്കിന് നിങ്ങളെ വിശ്വാസമാവും. അതുപോലെ കുട്ടികളെ നിങ്ങൾക്ക് GCA നോക്കൂ. നിങ്ങൾ എന്തൊക്കെ അന്വേഷിക്കുന്നു, നിങ്ങൾ ഏതൊക്കെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തു. ഒരു MA MCom കഴിഞ്ഞ ഒരു കുട്ടി ഇന്റർനാഷണൽ ജേർണലുകളിൽ സ്വന്തമായി എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എത്ര ഇന്റേൺഷിപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്? എത്ര പരിസ്ഥിതി സഹവാസ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇതൊക്കെ ചേർന്നതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ മാർക്ക്. അല്ലാതെ +2 SSLCക്ക് A+ ഉണ്ടുകൊണ്ട് ഇനിയെല്ലാം ആയി എന്ന് ആരും ധരിച്ചു വശാകരുത്. ആരും ധരിച്ചു വശാകരുത്. മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ പ്ലസ് ആവണം. നമ്മൾ ഈ സമൂഹവുമായിട്ട് നിരന്തര ബന്ധമുണ്ടാവണം. അത് മുന്നോട്ട് പോകണം. അതിനെന്ത് വേണം? അതിന് ബുദ്ധിശക്തിയുടെ വികാസം മാത്രം പോരാ. ബുദ്ധിശക്തിക്ക് ക്ഷാമമൊന്നുമില്ല. ഇന്ന് നല്ല ബുദ്ധിയ, ലോകത്ത് ബുദ്ധിമാന്മാരാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ബുദ്ധിമാന്മാർ വെറും ബുദ്ധി കൊണ്ട് എന്ത് കാര്യം ഈ ലോകത്ത്? മനുഷ്യന് ബുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല. ആ ബുദ്ധിക്ക് സമാന്തരമായി മനസ്സു വളരണം. മനുഷ്യാണാം മനുഷ്യത്വം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം എന്താ? മനുഷ്യാണാം അധികാരത്വമല്ല, മനുഷ്യാണാം സൗന്ദര്യത്വമല്ല, മനുഷ്യാണാം ധനത്വമല്ല, മനുഷ്യാണാം മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം ഉത്ഭവിക്കുന്നത് മനസ്സാ. ബുദ്ധിയും മനസ്സും ഒന്നല്ല. മനസ്സെന്താ? ബുദ്ധിയും മനസ്സും ഒന്നല്ല എന്ന് ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ 14 മാസങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ പഹൽഗാമിൽ 26 ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായി. ഇന്ത്യ ഞെട്ടിപ്പോയ സംഭവം. അതിനെ തുടർന്നാണ് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ നടത്തിയത്. ആ പഹൽഗാമിലെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന ഭീകരന്മാരുടെ ഫോട്ടോ പിറ്റേന്നത്തെ പത്രത്തിൽ വന്നു. അവരുടെ ചരിത്രവും ഉണ്ടായിരുന്നു. അവരെല്ലാം നല്ല ബുദ്ധിമാന്മാരാണ്. MPhil പാസ്സായ ഒരുത്തരുണ്ട്, MA പാസ്സായി, MCom പാസ്സായി. കേരളത്തിൽ വന്നിട്ട് B.Pharm കോഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഒരുത്തരുണ്ട്. അതിൽ എല്ലാം നല്ല ബുദ്ധിമാന്മാരാണ്. പക്ഷേ കൊല്ലരുത് എന്ന ഒരു മനസ്സവർക്കുണ്ടായിരുന്നില്ല. കൊല്ലരുത് എന്ന മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ ആ സംഭവത്തിൽ അതിനൊരു ചിത്രം പ്രചരിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അടുത്ത് കരൾ കടഞ്ഞ് കരഞ്ഞിരിക്കുന്ന അയാളുടെ ഭാര്യയുടെ ഫോട്ടോ. ആ ചിത്രമായിരുന്നു TV-യിലും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ വൈറലായി പ്രചരിച്ചത്. ആ പെണ്ണ് ഭർത്താവിന്റെ മൃതദേഹവുമായിട്ട് നാട്ടിലെത്തി സംസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം പത്രക്കാർ വന്ന് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ആ പെണ്ണ് പറഞ്ഞത്, ഒരു ഫോണിനും റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ് പഹൽഗാം. ഒരാളെ വിളിച്ചു പറയാൻ കഴിയില്ല. ഒരു വാഹനവും അവിടെ പോവില്ല. കാരണം കുതിരപ്പുറത്ത് മാത്രമേ അവിടെ പോകാൻ പറ്റൂ. വെടിപൊട്ടി ഭർത്താവ് പടഞ്ഞു മരിക്കുന്ന കാണും. അടുത്ത വെടി എനിക്ക് കൊള്ളുമെന്ന ഭയം. നോക്കുമ്പോ 25 ആളുടെ ശവം അവരുടെ ബന്ധുക്കൾ മാത്രം. ആ നാട്ടുകാരും അവിടുത്തെ സെക്യൂരിറ്റി കച്ചവടക്കാരെല്ലാരും ഓടിക്കളഞ്ഞു. ഞങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ പോലും ആരുമില്ല. ഒരു വിവരം അറിയിക്കാൻ ഫോണിൽ വിളിച്ചു പറയാൻ കഴിയുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞങ്ങൾ അവിടുന്ന് നിലവിളിച്ചു നിൽക്കുമ്പോ
ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കടയുടെ ഷട്ടർ പൊക്കി അതിനകത്ത് ഇരുത്തിയിട്ട് പുറത്തുനിന്ന് അവ പൂട്ടിയിട്ട് താഴ്വരയിൽ പോയി പട്ടാളക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരനെ ഒരു മാലാഖയെ പോലെ, ഒരു ദൈവദൂതനെ പോലെയാണ് ഞങ്ങൾ കണ്ടത്. ആ ചെറുപ്പക്കാരനെ പറ്റി പിറ്റേ ദിവസം പത്രങ്ങളിൽ ഫീച്ചർ വന്നു. അവൻ 8ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്. അവൻ കുതിരക്ക് തീറ്റ കൊടുക്കുന്ന വ്യക്തനാണ്. അവന് ബുദ്ധി കുറവായിരുന്നു. പക്ഷേ അവന് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. മനസ്സിലായിരുന്നു? അവന് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. നമുക്ക് ക്ഷാമം അതാണ്. നമുക്ക് മനസ്സിനാണ് ക്ഷാമം. ഈ റെസിഡൻസ് അസോസിയേഷൻ അതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? ഈ നാട്ടിലെ റോഡ് വികസന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഈ നാട്ടിലെ ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വേണം. പക്ഷെ അതിനപ്പുറത്ത് ഈ നാട്ടുകാരുടെ ഒരു വൈബുണ്ട്, ഒരു ഒത്തുചേരലിന്റെ മനസ്സ്. ആ മനസ്സ് വളരാൻ കഴിയണം, വളർത്താൻ കഴിയണം. അതിന് ബോധപൂർവമായി ഇടപെടൽ വേണം. എങ്ങനെയാണ് ഇടപെടുക? ആ മനസ്സ് വളർത്താൻ നിങ്ങളും പ്രകൃതിയും, നിങ്ങൾ മനുഷ്യരും പ്രകൃതിയും ദൈവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് മനസ്സുണ്ടാവുന്നത്. മനുഷ്യനും പ്രകൃതിയും ദൈവവും. ഇത് മൂന്നിനെ പറ്റിയും മനുഷ്യൻ ചിന്തിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ കാലബോധത്തിൽ നിന്നാണ്. ഈ കാലബോധത്തിന്റെ പ്രതിരൂപങ്ങളാണ് പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും. കേട്ടിട്ടുണ്ടോ? പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ആലുവ പാലസിൽ ഇരുന്നു കൊണ്ടാണ് ഈ പാട്ട് വയലാർ എഴുതിയത്. അറിയണം, പ്രകൃതിയും ഈശ്വരനും മനുഷ്യരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആവണം. ഇപ്പോ ഹാർഡാണ്. ഇപ്പോ പ്രകൃതിയോടെന്താ, മഴ പെയ്യുമ്പോ എന്തൊരു മഴ, ഇനി വെയിലാണെങ്കിൽ എന്തൊരു വെയില്. പണ്ടത്തെ ആള് മഴ പെയ്യുമ്പോ നല്ല മഴ, നല്ല വെയില്. ഇപ്പത്തെ ആൾക്ക് മഴയും പറ്റൂല വെയിലും പറ്റൂല. മിന്നുന്ന വേണ്ട ചേട്ടാ, മഴയും പറ്റൂല വെയിലും പറ്റൂല. പ്രകൃതിയോടുള്ള കമ്മ്യൂണിക്കേഷൻ. പൂവിനോട് സംസാരിക്കാറുണ്ടോ നമ്മള്? നമ്മുടെ മക്കളെയും കൂട്ടി പൂവിനോട് സംസാരിക്കാറുണ്ടോ? അരിമുല്ലപ്പൂവേ പൂവേ പാട്ടുപാടാറുണ്ടോ? മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് പാടാറുണ്ടോ? ആകാശത്തെ മഴവില്ല്. മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിനും കോടാനുകോടി വർഷം മുമ്പുണ്ട്. മഴയും വെയിലുള്ള കാലത്തെല്ലാം മഴവില്ലുണ്ട്. പക്ഷെ ആ മഴവില്ലിനെ നോക്കിയിട്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, വിബ്ജിയോർ എന്ന 7 നിറങ്ങളെ കണ്ടെത്തുകയും മാരിവില്ലു പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ, പഞ്ചശരൻ വളർത്തുന്ന പൈകിളിപ്പെണ്ണെ എന്ന് പാടാൻ ആരുണ്ടായിരുന്നില്ല. പ്രകൃതിയോട് നമ്മൾ സംവദിക്കണം സോഫ്റ്റനായി. മനുഷ്യരോട്, മക്കളോട് എങ്ങനെയാ സംവദിക്കുന്നത്? സോഫ്റ്റനാണ്. സ്കൂൾ ബസ് വരേണ്ട സമയമായി, ചെക്കൻ എഴുന്നേറ്റിട്ടില്ല, ഭക്ഷണമാണ്, ദാഹിച്ചില്ല, രാവിലെ തന്നെ അട്ടഹാസല്ലേ അല്ലേ മക്കളെ വിളിക്കുന്നത്? അട്ടഹാസമാണ്. അതാ അനുഭവമുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇനി ദൈവത്തോട് എങ്ങനെയാ? ദൈവത്തോടുള്ള സംവാദം ഇപ്പം രൂക്ഷമാണ്. ദൈവത്തെ പേടിപ്പിക്കുന്നുണ്ട് കുറെ ആളെ. കർത്താവേ കർത്താവേ ഇവിടെ ഹാജ കൊടുക്കുക, അനുഗ്രഹം, പേടിപ്പിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പേടിപ്പിക്കുക. അല്ലാഹു അക്ബർ എന്ന സമാധാനമല്ല. അല്ലാഹു അക്ബർ, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. കണ്ടില്ലേ? അട്ടഹാസങ്ങളായി മാറി. ദൈവത്തെ ഭയപ്പെടുത്തുക. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന പ്രാർത്ഥനകൾ വേണ്ടേ? വേണോ? എന്റെ ഉണ്ണിക്കിടാങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കണേ ഭഗവാനേ. സന്താന ഗോപാല കൃഷ്ണ കൃഷ്ണ. ഇപ്പൊ അട്ടഹാസങ്ങളാണ്. എങ്ങനെയാണ് സോഫ്റ്റനാവേണ്ടത്? കമ്മ്യൂണിക്കേറ്റ് സോഫ്റ്റനായ ചപ്പാത്തി, സോഫ്റ്റനായ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാലോ. സോഫ്റ്റനായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ എന്ത് മാർഗം? അത് പറഞ്ഞിട്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്താം. നിങ്ങളുടെ നാട്ടിലും വീട്ടിലും
ഈ സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. സോഫ്റ്റന്റെ സ്പെല്ലിംഗ് SOFTEN എന്നാണ്. 6 അക്ഷരമുണ്ട്. ഓരോ അക്ഷരത്തിന് ഓരോ മരുന്ന് ഞാൻ പറയാം. ഇന്ന് പോകുമ്പോൾ നിങ്ങൾ വാങ്ങണം ആ മരുന്ന്. എന്നിട്ട് അതിനെ കൊണ്ടൊരു കഷായം വെക്കണം. ആ മരുന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. മരുന്ന് ഇവിടെ കിട്ടും. ആ മരുന്ന് ഇവിടെ കിട്ടും എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കിട്ടുമെന്ന്. എസ് എന്ന് പറയുന്നത് സ്മൈൽ എന്നാണ്. പുഞ്ചിരിക്കുക എന്നാണ്. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തുവാരാണ്? മനുഷ്യനല്ലേ. പക്ഷെ മൃഗാദികൾ പുഞ്ചിരിക്കാറുണ്ട്. പുഞ്ചിരിയെ പറ്റി എത്രയെത്ര പാട്ടുകളുണ്ട്. എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ, എൻ മുഗ്ധരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ, എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. പുഞ്ചിരി. കേന്ദ്രീയ വിദ്യാലയം തലശ്ശേരി ഒക്ടോബർ 1 ഒരു പരിപാടി വെച്ചു. ഒക്ടോബർ 1 പ്രത്യേകത അറിയാമോ? എന്ത് ദിന? ഒക്ടോബർ 1 എന്ത് ദിന? ഗാന്ധി ജയന്തി ഒക്ടോബർ 2. ഒക്ടോബർ 1 എന്ത് ദിന? ഇവിടെ ഇരിക്കുന്ന ഒരു 25% ആളുകളുടെ ദിനമാണ് ഒക്ടോബർ 1. എന്താ? വയോജന ദിനമാണ് ഒക്ടോബർ 1. അവിടെ വെച്ച പരിപാടി എന്താണെന്നറിയോ? ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം, അപ്പൂപ്പൻ അമ്മൂമ്മ സംഗമം, ഉപ്പാവ ഉമ്മാവ സംഗമം. സാധാരണ രക്ഷിതാക്കളെ വിളിച്ചാൽ ഉമ്മ വരുന്നുണ്ട് ഉപ്പ വരില്ല, അച്ഛൻ വരുന്നുണ്ട് അമ്മ വരില്ല, അമ്മ വരുന്നുണ്ട് അച്ഛൻ വരില്ല അല്ലേ? ഞാനൊരു സ്കൂള് PTA യോഗത്തിന് പോയപ്പോൾ അവിടുത്തെ ഹെഡ്മാഷ് പറഞ്ഞു, ഇതുവരെ ചരിത്രത്തിൽ ഒരു അച്ഛൻ ഈ രക്ഷാകർത്ത യോഗത്തിൽ ഇടപെടില്ല, അമ്മമാർ മാത്രമേ ഉള്ളൂ. ഒരു PTA പ്രസിഡന്റ് ആക്കാൻ ഒരാണിനെ നമുക്ക് കിട്ടില്ല. ഞാൻ എന്നിട്ട് അവിടുന്ന് ഒരു തമാശ പറഞ്ഞു പ്രസംഗത്തിൻ്റെ ഇടയിൽ. ആ തമാശേൻ്റെ പേരിൽ ഞാൻ ഭയങ്കര വിവാദത്തി, ഞാൻ മാപ്പ് പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞ തമാശ. പക്ഷെ അടുത്ത യോഗത്തിന് അച്ഛന്മാർ മൊത്തം വന്നു കേട്ടോ. ഞാൻ പറഞ്ഞ തമാശ എന്താന്ന് നിങ്ങളോട് പറയട്ടെ. വിവാദാക്കൂലല്ലോ. ഞാൻ ഒറ്റ തമാശയെ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം മക്കളാന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അച്ഛന്മാർ വരാനെയാണ്. അടുത്ത യോഗത്തിന് സകല ആളും വന്നു. ഞാൻ പറഞ്ഞു വന്നത്, എന്ന ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഘവും വെച്ചപ്പോ ഒരു കുട്ടിക്ക് 4 ആളുണ്ടാവുമല്ലോ. 4 ആൾ വന്നു. ഇരിക്കാൻ ഇടവില്ല. കാരണം പ്രായമുള്ള ആൾക്ക് കൊച്ചുമക്കളുടെ സ്കൂളൊന്ന് കാണാനുള്ളൊരു ചാൻസ് അല്ലേ. അവരെ മുഴുവൻ ഇങ്ങനെ സദസ്സിലിരുത്തി, കുട്ടികളെ വരാന്തയിൽ ഇരുത്തി. എന്നിട്ട് എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചതാ. ഞാൻ വേദിയിലിരിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു ടീച്ചറാണ്. ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തും. പറഞ്ഞു, മക്കളെ, ഇവരാണ് നമ്മുടെ പ്രകാശഗോപുരം. അവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം. സ്നേഹവും സഹായവും പോരാ, അവർക്ക് പരിഗണന കൊടുക്കണം. എന്നിട്ട് ടീച്ചർ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു കാലം പഴുത്ത് വീഴുമെന്ന് ഓർക്കുക, അതുകൊണ്ട് ചിരിക്കല്ലേ എന്ന് പറയും. അപ്പൊ കുട്ടികൾ അപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിനീത് എന്ന് പറഞ്ഞൊരു മോൻ എഴുന്നേറ്റിട്ടുണ്ട്. ടീച്ചറെ ഒരു സംശയം, എന്താ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ട് പോവും. എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നില്ലേ നല്ലത്. ഇത് കേട്ടിട്ട് നിങ്ങളല്ല ഇപ്പൊ ചിരിച്ചില്ലേ? ചിരിച്ചു. ഒരു 3-4 ആള് ചിരിച്ചിട്ടില്ല കേട്ടോ. ആരാന്ന് ഞാൻ പറയുന്നില്ല, അവർക്കറിയാം. അവരിങ്ങനെ മസിലും പിടിച്ച് ചിരിക്കൂലടാ ഞാനെന്ന് പറഞ്ഞിരിക്കുക. അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ന് വൈകുന്നേരം തന്നെ ഒന്ന് ECG എടുത്ത് നോക്കണം. ബ്ലോക്ക് ഉണ്ടാവും. അവരിപ്പോ ചിരിച്ചു കേട്ടോ. ചിരിക്കുകയും കരയൊക്കെ വേണ്ടേ മനുഷ്യനാകുമ്പോ? അതുകൊണ്ട് പുഞ്ചിരിക്കൂ. നിങ്ങൾ പുഞ്ചിരിച്ചാ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം. വീടിന്റെ വാതിൽ, വീടിന്റെ ചുണ്ടാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ക്ലോസറ്റ് കണി കാണാതെ വാതിൽ തുറക്കൂ. അവിടെ പ്രഭാതം വിടരും, പ്രദോഷം വിടരും, പ്രതീചിരണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. മനസ്സിനെ ഉണർത്താൻ കുട്ടികളെയും കൂട്ടിയിട്ട് അടുക്കളയിൽ കയറുന്നതിന് വരെ മുറ്റത്താണ്. എന്നിട്ട് പൂക്കളോടും പൂപ്പാറ്റകളോടും അല്പനേരം സംവദിച്ചിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് മതി അടുക്കളയിൽ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണി പിന്നിയെടുക്കാം. ഇസ്രായേലിൽ 3-4 കൊല്ലമായിട്ട് പട്ടാളക്കാർ രാവിലെ ഉണർന്ന ഉടനെ 3 മിസൈൽ തീ കൊടുക്കും. എന്നിട്ട് വലിയ വരെ തീർക്കും. ശീലായി പോയി. അതുകൊണ്ടാണ് വെടി നിൽക്കാത്തത്.
നമ്മളെ വീട്ടിൽ രാവിലെ എണീറ്റ 3 വെടിയാ ഗ്യാസിന്റെ അടുപ്പിന്റെ അടിയിലേക്ക് ടിക്ക് ടിക്ക് ടിക്ക്. ഇത് പിന്നെ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങി മനസ്സിന് തിരികൊളുത്തുക. അതുകൊണ്ട് സ്മൈൽ. രണ്ടാമത്തത് ഓപ്പൺ ദി ഹെഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയാൻ പറ്റും. വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാം എത്തുന്ന സമയം വീട്ടിലെ TV കൂട്ടുക, മൊബൈൽ ഫോൺ കൂട്ടുക. എന്നിട്ട് ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ എവിടെയാണോ ഇരിക്കുന്നത്, എവിടെയാണോ കിടക്കുന്നത്, അവിടെ ഒത്തുചേരുക. അകത്തൊരാൾ കിടക്കുമ്പോ വരാന്തയിൽ ഇരുന്നിട്ട് നിങ്ങൾ വർത്തമാനം പറയുന്നത് മര്യാദയല്ല. കാരണം അകത്ത് കിടക്കുന്ന ആൾക്കുണ്ടാവില്ലേ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരു ഇഷ്ടം, താല്പര്യം. അവരൊന്നും പറയുന്നില്ലായിരിക്കും, പക്ഷെ അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവരുടെ അടുത്ത് പോയി ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഹൃദയം തുറന്ന് സംസാരിക്കുക. ദുഷിപ്പല്ല. അതാരാ പോകുന്ന പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാവത്വം, MLA അയ്യോ പോക്ക്, മന്ത്രിമാരെല്ലാം വഷളന്മാരും, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അതിലും ഭീകരൻ, എല്ലാവരും മോശ. ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ലേ, അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് കേട്ട് നമ്മുടെ കുട്ടികളുടെ മനോഭാവം I am okay, you are not okay. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. അത്തരം കുട്ടികൾ നിങ്ങളുടെ ഈ നാട്ടിലുണ്ടോ? നിങ്ങൾ 7 മണിക്ക് ശേഷം ഒരു കാറിന്റെ മുന്നിൽ ഇരുന്നിട്ട് ആലുവയിലേക്ക് കാറിൽ യാത്ര ചെയ്യൂ. എതിരെ വരുന്ന എത്ര വണ്ടി ഡിം ലൈറ്റ് തരുന്നുണ്ടെന്ന് നോക്കൂ. ഡിം എറണാകുളത്ത് വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ടതല്ലോ. ഡ്രൈവ് ചെയ്യുമ്പോ കൈ ഇങ്ങനെയാക്കിയ ഡിമ്മ, ഇങ്ങനെയാക്കിയ ഹെഡാ. പക്ഷെ എന്റെ LED ബൾബ് കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് നീ മതിലിന് പോയി അടിച്ച് ചത്താലും കുഴിയിൽ പോയി മറിഞ്ഞാലും തരൂലടാ ഞാൻ ഡിമ്മെന്ന് പറഞ്ഞിട്ട് അഹന്തയോടെ നടക്കുന്ന ഡ്രൈവർമാർ കൂടാൻ കാരണം വീട്ടിലുള്ള അച്ഛനമ്മമാരാ. ഈ റോഡ് എനിക്ക് മാത്രമുള്ളതാ, നിനക്ക് കൂടിയുള്ളതല്ല. I am okay, you are okay അല്ല. I am okay, you are not okay. എല്ലാറ്റിന്റെയും കുറ്റവും കുറവും പറയുന്ന ഒരു വീടുകൾ നമ്മൾ കുട്ടികളിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളും ഉണ്ടിവിടെ. സുഗതകുമാരിയുടെ വരിയ. പരുക്കനായി ലോകത്ത്, പക്ഷെ പൂന്തോട്ടങ്ങളുമുണ്ട്. നന്മയും കാണിച്ചു കൊടുക്കൂ. അതുകൊണ്ട് ഓപ്പൺ ദി ഹെഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. മൂന്നാമത്തത് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. നമ്മുടെ ശരീരത്തിലെ സന്ധികൾ കാലിന്റെ മുട്ടൊഴിച്ച് മറ്റെല്ലാം മുന്നോട്ട് മടങ്ങുന്നതാണ്. കാലിന്റെ മുട്ട് പിറകോട്ട് മടക്കി വെച്ചത് പിറകോട്ടോടാനല്ല, മുന്നോട്ടോടാനാണ്. എന്നിട്ടും നമ്മൾ എന്തിനിങ്ങനെ പിറകോട്ട് മലരുന്നു? അവിടെ ഞാനേ വേണ്ട, ഒന്ന് മുന്നോട്ട്. അതല്ല മക്കളെ കാണുന്നു, എന്താ മോനെ ഒന്ന് മുന്നോട്ട് കുനിഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൊച്ചുമോള് വന്നു, അവളെ വാരിയെടുത്ത് ഉമ്മ വെച്ച് ഓമനിക്കണം അയാൾക്ക്. പക്ഷേ പ്രസിഡന്റാ, ഞാൻ കുനിയൂല, അപ്പാ എടുക്കാൻ പറ്റുമോ? ഏത് പ്രസിഡന്റ് ആയാലും കുട്ടികളിലേക്ക് താണാലല്ലേ കുട്ടികൾ നമ്മളിലേക്ക് ഉയരൂ. അതുകൊണ്ട് ഫോർവേഡിലേ, മുന്നോട്ട് കുനിയൂ. അടുത്തത് ടച്ച്, തൊടണം. മക്കളെ കെട്ടിപ്പിടിക്കണം. കണ്ണ്, മൂക്ക്, നാക്ക്, കാത്, 4 ഇന്ദ്രിയങ്ങൾ മാത്രമല്ല, ഒരു ഇന്ദ്രിയം കൂടിയുണ്ട്, ത്വക്ക്. മനസ്സിന്റെ അനുരണനങ്ങൾ ത്വക്കിലാണ്. അവിടെയാണ് സ്നേഹഗ്രന്ഥി. നമുക്ക് വല്ലാത്ത അത്ഭുതമോ അനുഭൂതിയോ നിർവൃതിയോ ഉണ്ടായാൽ എവിടെയാ അതിന്റെ ലക്ഷണം കാണുക? രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കൂലേ? അതിന്റെ പേരല്ലേ രോമാഞ്ചം. ഇനി രോമം ഇല്ലാത്ത തോലാഞ്ചവും ഉണ്ടാവും. അവിടെ ഒന്ന് തൊടണം, അവിടെ ഒന്ന് തലോടണം, ഒന്ന് കെട്ടിപ്പിടിക്കണം. ചെറിയ പ്രായത്തിൽ കെട്ടിപ്പിടിച്ച കുട്ടികൾ പിന്നീട് വലുതാകും തോറും കെട്ടിപ്പിടുത്തം കുറയും. ആ കുറയുമ്പോൾ കുട്ടിയുടെ അന്തരാത്മാവിൽ ഉണ്ടാകുന്ന നഷ്ടബോധം, ആ നഷ്ടബോധം അവൻ പരിഹരിക്കാൻ നാട്ടിൽ പോയിട്ട് ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് പീഡന കേസ് പ്രതിയാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് മക്കളെ നന്നായി കെട്ടിപ്പിടിക്കുക. എത്ര വലുതായാലും ചേർത്ത് പിടിക്കും. അവരുടെ മുടിയഴകളിൽ വിരലോടിക്കൂ. അവരുടെ പുറത്ത് ചൊറിഞ്ഞു കൊടുക്കൂ. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്ലിന്തേരിയ പുറത്തിനാണ്. പക്ഷെ ഒരു ഉപകാരമില്ലാത്ത സാധനം, അത് ചൊറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ട് ഒന്ന് തൊടണം. മക്കളെ തൊട്ടാ പോരാ, ഭാര്യാഭർത്താക്കന്മാർ മക്കളുടെ മുന്നിൽ തൊട്ടിരുന്ന് വർത്തമാനം പറയണം. ചുമലിൽ കൈവെക്കണം, കൈകൾ കോർത്ത് പിടിക്കണം, പ്രേമിക്കണം. പ്രണയത്തെ പറ്റിയ ഒരു തെറ്റിദ്ധാരണയുണ്ട് നമുക്ക്. വിവാഹത്തോടു കൂടി അസ്തമിക്കുന്നതാണ് പ്രണയം എന്നല്ലേ? അല്ല, വിവാഹത്തിൽ ആരംഭിക്കുകയും മരണം വരെ വികസിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് പ്രണയം. മരിക്കുന്നത് വരെ പ്രേമിക്കണം. പ്രേമം എന്ന് പറയുന്ന സെക്സ് അല്ല, ആത്മാക്കൾ ഇണചേരുന്നതാണ്. മരിക്കുന്നവരെ പ്രേമിക്കാൻ അടുത്തിരിക്കും, തൊട്ടിരിക്കും. നമ്മൾ കല്യാണം വരെ രാവിലെ ഉച്ചക്ക് രാത്രി ഐ ലവ് യു വാട്സപ്പിലായിരിക്കും. വിവാഹം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞു ഐ ലൈക്ക് യു പറഞ്ഞോ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. മാൻകിടാവിനോടെ പറയൂ, അതിന്റെ തള്ളമാനോട് പറയില്ല. പ്രേമിക്കുന്നു. എന്താ പറയാത്തത്? തൃശ്ശൂർ കുന്നംകുളത്ത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തത്?
ഒരാൾ എണീറ്റെന്ന് പറയാ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. അപ്പൊ ഇലക്ഷന്റെ എഫക്റ്റീവാണോ അതിലെത്തിയത്? ടച്ച് വേണം. മനുഷ്യരും പരസ്പരം ഒന്ന് കൈ കൊടുക്കുക, ഒന്ന് ചുമല് തട്ടുക. കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങി വന്ന കുട്ടിയോട് ഒന്ന് കെട്ടിപ്പിടിച്ചാലെന്താ, ഒന്ന് മൊത്തം കൊടുത്താലെന്താ, ഒന്ന് ചുമലൊരു തട്ട് തട്ടിയാലെന്താ, നന്നായി മോനെ എന്ന് പറഞ്ഞൂടെ? ടച്ച് വേണം. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കണം. മനുഷ്യന്റെ ഊർജം മുഴുവൻ കണ്ണിലാണ്. ഞാനിപ്പോ ക്ലാസ് എടുത്ത് പ്രസംഗിക്കുമ്പോ നിങ്ങൾ എന്റെ വാച്ചിലോ ഷർട്ടിലോ കണ്ണടയിലല്ലല്ലോ, എന്റെ കണ്ണിലാണ് നോക്കുന്നത്. കണ്ണാണ് ആർദ്രതയുടെയും സ്വപ്നങ്ങളുടെയും ഉറവിടം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഗൾഫിലേക്ക് പോകുമ്പോ കണ്ണിന്റെ ഫോട്ടോ ആണ് എടുക്കുക. കണ്ണാണ് പ്രധാനം. നമ്മുടെ കണ്ണ് പോലെ മറ്റൊരാൾക്കും കണ്ടില്ല. കണ്ണിന്റെ സൗന്ദര്യം വെച്ചിട്ട് എന്റെ നാട്ടിൽ ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു. അക്ഷി എന്ന് അവസാനിക്കുന്ന പേര്. അക്ഷി കണ്ണ്, അമ്പുജാക്ഷി, പങ്കജാക്ഷി, കമലാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി ഇല്ലേ? എന്റെ നാട്ടിലെ ഏറ്റവും ഫേമസ് പേര് വിശാലാക്ഷി ആയിരുന്നു. വലിയ കണ്ണുള്ളവൾ സുന്ദരിയാണ്. സ്ത്രീകൾക്കാണ് വലിയ കണ്ണ് സൗന്ദര്യം, അതുകൊണ്ട് വിശാലാക്ഷി. പുരുഷന്മാർക്ക് നേരെ തിരിച്ച ചെറിയ കണ്ണാണ് സൗന്ദര്യം. അതുകൊണ്ട് ആ സ്ത്രീകളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിച്ചത്. മനസ്സിലായി? കണ്ണിൽ നോക്കി വർത്തമാനം പറയുക, ഐ കോണ്ടാക്ട്. അടുത്തത് നോഡിങ്. എന്താ നോഡിങ്? തല ഉയർക്കണം, പരസ്പരം അംഗീകരിക്കണം. നിങ്ങളുടെ വീട്ടിൽ ജനാധിപത്യമുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മിക്ക വീട്ടിൽ ഒരു ജനാധിപത്യമില്ല. അവരാരാ? അവിടെ ബാഹുബലി സിനിമയിലെ പൽവാൽ ദേവൻ, ഭാര്യ മക്കളും കട്ടപ്പ അടിമാണ്. വീട്ടിലൊരു ജനാധിപത്യ ബോധമുണ്ട്. ഞാനാ വീടെടുത്തത്, ഞാനാ അരി വാങ്ങുന്നത്, ഞാനാ ശമ്പളം വാങ്ങുന്നത്, ഞാനാ ഈ വീട്ടിന്റെ മുതലാളി. ചായ ചോറ് എന്തിന്? നമ്മുടെ ഭാര്യ മക്കളല്ലേ. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് പുറത്തിട്ടാറില്ല. ആ കൂട്ടത്തിൽ അയച്ചിടേണ്ടതാണ് നമ്മുടെ ഈഗോ. അവിടെ കയറുമ്പോ എല്ലാരും നമ്മുടെ ഭാര്യ മക്കളും പരസ്പര ബഹുമാനത്തോടെ സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു. ജയശ്രീ പാടിയ പ്രശസ്തമായ പാട്ടുണ്ട്. അത്തരത്തിൽ ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ അവാർഡ് വിതരണം ചെയ്യുന്ന സിനോദ് സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ പറയുന്നു. അപ്പോ അത്തരത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക. ഈ റെസിഡൻസ് അസോസിയേഷനിലൂടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക. അത്തരത്തിൽ നമ്മുടെ കുട്ടികൾ മനുഷ്യപ്പറ്റുള്ള കുട്ടികളാണ്, സ്നേഹമുള്ള കുട്ടികളാണ്, ദയവും കാരുണ്യമുള്ള കുട്ടികളാണ്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല നമ്മളെ പണി. ആണോ? അല്ല. ഇപ്പൊ കുട്ടികൾ വൈകുന്നേരം, ചെറുപ്പക്കാരുടെ പണി എന്താ? വൈകുന്നേരം ഒരു വായനശാലയിൽ പോവോ? ഇല്ല. ഒരു ചർച്ചയിൽ പങ്കെടുക്കോ? ഇല്ല. അവരെവിടെയാ പോകുന്നത്? മരണാനന്തര ബഹുനാമധാരിയെ തേടി ഓടുകയാണ്. ഇവിടെ അറിയില്ല അല്ലേ? മരണാനന്തര ബഹുനാമധാരി അറിയാവോ? നമ്മളെല്ലാം മരണപൂർവ്വ ബഹുനാമധാരികളാണ്. നമുക്ക് മരിക്കുന്നവരെ പല പേരില്ല. പക്ഷെ മരിച്ച ഏകനാമധാരിയ. ഒന്നിക്ക് ശവം അല്ലേ മയ്യത്ത്. മരിച്ച ഒന്നിക്ക് ശവം അല്ലേ മയ്യത്ത്. മരിക്കുന്നവരെ പല പേരുണ്ട്. മരിച്ച ഒരു പേര്. എന്നാ കോഴിക്ക് മരിക്കുന്നവര് ഒരു പേരേ ഉള്ളൂ, കോഴി. പക്ഷെ മരണാനന്തരം ബഹുനാമധാരിയാണ്. 28 പേരുണ്ട് മരിച്ചാൽ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ പറന്നടിച്ച്, ചിക്കൻ ചില്ലി. വൈകുന്നേരങ്ങളിൽ രാത്രി 12 മണി വരെ ഇതിനെ തേടി പോകുന്നു. എന്താ കാരണം എന്നറിയോ? അതിന് കാരണം അവരല്ല ഉത്തരവാദി. വീട്ടിലിരുന്ന് ഒരു കവിത ചൊല്ലിയിട്ട് ശീലിപ്പിച്ചോ നിങ്ങൾ? ഒരു കഥ വായിച്ചോ? ഒരു പുസ്തകം വായിച്ചോ? ഇപ്പൊ ബക്രീദിന് ടൗണിൽ പോയിട്ട് 5,000-10,000 രൂപേന്റെ തിന്നേണ്ട സാധനം വാങ്ങിയില്ലേ? വിഷുവിന് വാങ്ങിയില്ലേ? ഇത് വാങ്ങി വരുമ്പോ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, വെക്കേഷനില്ലേ, ഒരു 200 രൂപേന്റെ പുസ്തകം വാങ്ങിയോ നിങ്ങൾ? ഇല്ല. പുസ്തകം വാങ്ങിയോ? നിങ്ങൾ തിന്നാൻ വാങ്ങിയ സാധനം പിറ്റേന്ന് രാവിലെ ഫ്ലഷമർത്തിയപ്പോ പാതാളത്ത് പോയില്ലേ? ആ പുസ്തകം അവിടെ കിടക്കൂലേ? അവിടെ കിടക്കും. ഒരു കവിത ചൊല്ലുന്ന, പാട്ടുപാടുന്ന, അതിൽ നിന്ന് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വീടില്ല. കവിതയും പാട്ടിലൂടെ ആനന്ദം കണ്ടെത്തേണ്ടതില്ല. അവർക്ക് ഡോപ്പമിൻ കിട്ടണമെങ്കിൽ തിന്നണം. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് മിനാട്ടി പാടണം. കാരണം സ്ട്രോങ് ആണ്. ശരീരം പദാർത്ഥമാണ്. പദാർത്ഥത്തെ സംതൃപ്തിയാക്കാൻ വിശക്കുന്നവന് വ്യാകരണം പഠിപ്പിച്ചാൽ വിശപ്പ് മാറില്ല. ദാഹിക്കുന്നതിന് കാവ്യരസം കൊടുത്താൽ ദാഹം മാറില്ല. പദാർത്ഥത്തിന് പദാർത്ഥം തന്നെ വേണം. പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്: ഖരം, ദ്രാവകം, വാതകം.
ഈ ഭക്ഷണത്തിലൂടെ, പദാർത്ഥത്തിലൂടെ മാത്രം ആനന്ദം കിട്ടുന്ന കുട്ടികൾക്ക് അതിലെ അജിനോമോട്ടോ, മസാലക്കൂട്ടോ മതിയാവുന്നില്ല. പുതിയ പുതിയ ഹോട്ടലുകൾ തേടുക. അതിൽ നിന്നും തൃപ്തിയാവാതിരിക്കുമ്പോ എളുപ്പ വഴിയിൽ ആനന്ദം കിട്ടാനുള്ള വഴിയിൽ അവൻ സഞ്ചരിക്കാൻ പദാർത്ഥത്തിന്റെ 3 അവസ്ഥകൾ തേടി പോകും. ഖരം, ദ്രാവകം, വാതകം. ഖരം MDMA പൊടി, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക കുടിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാവുന്നത്? മനുഷ്യനായാൽ എന്തെങ്കിലും ഒരു ലഹരി വേണം. ആ സുവിദിതമായ അംഗീകൃതമായ ലഹരിയാണ് നൃത്തം, നാട്യം, സംഗീതം, സാഹിത്യം, കളികൾ, ഫുട്ബോൾ ഒക്കെ ജീവിതത്തിന്റെ അംഗീകരിക്കപ്പെട്ട ലഹരിയാണ്. ഈ ലഹരിയിലൊന്നും പോകാതെ അവന്റെ ശരീരത്തിന് ആനന്ദം കിട്ടുന്ന ലഹരി എളുപ്പ വഴിയിൽ, കുറുക്കു വഴിയിൽ പോകും. ആ വഴികൾ തടസ്സപ്പെടുത്തുമ്പോഴാണ് അവൻ ഈ പദാർത്ഥത്തിന്റെ 3 അവസ്ഥകൾ തേടിപ്പോകും. അതിന് ഉത്തരവാദി കുട്ടികളെല്ലാം നമ്മൾ കൂടിയാണ്. ഒരു പുസ്തകം വാങ്ങിക്കൊടുക്കാത്ത, ഒരു കവിത ചൊല്ലിക്കൊടുക്കാത്ത നമ്മുടെ വീടുകളാണ്. ഒരു കഥ പറഞ്ഞു കൊടുക്കാത്ത വീടുകളാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകൾ സർഗാത്മകമാക്കുക, വീടുകൾ ആർദ്രമാക്കുക, സ്വപ്നങ്ങൾ അലങ്കരിക്കുക. അത്തരത്തിലുള്ള വീടുകളുടെ കൂട്ടായ്മയായിരിക്കണം, അല്ലാതെ കുറെ കോൺക്രീറ്റ് കാടുകളുടെ കൂട്ടായ്മയല്ല റെസിഡൻസ് അസോസിയേഷൻ. ഈ 600 വീടുകളിലെ 3000 മനുഷ്യരുടെ മനസ്സുകളുടെ പുഷ്പവാടിയായിട്ട് ഈ റെസിഡൻസ് അസോസിയേഷൻ മാറണം. ആ 3000 മനുഷ്യരുടെ മനസ്സ് പുഷ്പിക്കണം. അത്തരത്തിലൊരു പുഷ്പവാടിയായി ഈ പൂക്കാട്ടുവഴി മാറണം. അതിനുവേണ്ടി നിങ്ങളുടെ ഈ വാർഷികവും നിങ്ങളുടെ ഈ അവാർഡ് ദാനവും നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമ്മാനങ്ങൾ അർഹരായ കുട്ടികളെ അഭിനന്ദിക്കുന്നു. അവരെ അതിനർഹരാക്കി അവരെ പഠിപ്പിച്ച അധ്യാപകരെ അഭിനന്ദിക്കുന്നു. അതിന് സാഹചര്യമൊരുക്കിയ രക്ഷിതാക്കളെ അഭിനന്ദിക്കുന്നു. മക്കളെ, നിങ്ങൾ ഇനി ഉയരണം, നിങ്ങൾ ഉണരണം, നിങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. ഈ ഗ്രാമത്തിന്റെ അഭിമാനമായിട്ട് നിങ്ങൾ വളരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഇവിടെ ഇതിന്റെ ഭാരവാഹികളോടും ഈ സായാഹ്നത്തിൽ ഇത്ര നേരം, സാധാരണ ഏത് പരിപാടിക്കും ഇടയ്ക്ക് പോകണം വന്നിട്ട് ആളെന്ന് പോവും, കുറേ ആൾ അന്ന് തിരിഞ്ഞു വന്ന് വർത്താനം പറയും. എന്നാൽ ഒരു സ്കൂൾ കുട്ടിയോട് പോലും ഇങ്ങനെ അടങ്ങിയിരുന്ന് കേൾക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അടങ്ങിയിരുന്ന എൻ്റെ പ്രസംഗം കേട്ട ഈ സദസ്സിന് മുന്നിൽ ഒരു നല്ല നമസ്കാരം ഞാൻ പ്രഭാഷണം ചുരുക്കുന്നു.